എല്ലാവർക്കും നമസ്കാരം. ഡിവിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇൻവെന്ററി മോഡ്യൂളും തബിസറിൽ ഇൻവെന്ററി മാനേജ്മെന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും വിശദമായി പരിശോധിക്കാനാണ് പോകുന്നത്. എന്നാൽ അതിലേക്ക് കടക്കുന്നതിനു മുമ്പ് ആരംഭിക്കാൻ ആവശ്യമായ എല്ലാ കോൺഫിഗറേഷനുകളും സജ്ജീകരണങ്ങളും നമുക്ക് ആദ്യം പരിശോധിക്കാം. ആരംഭിക്കാൻ സ്ക്രീനിന്റെ മുകളിൽ വലതുവശത്തേക്ക് നാവിഗേറ്റ് ചെയ്ത് അഞ്ചാമത്തെ ഓപ്ഷനായ കോൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്യാം. കോൺഫിഗറേഷനിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് മുഴുക്കത് ദാരിദ്ര്യം എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. മുഴുക്കത് ദാരിദ്ര്യന് നിങ്ങൾക്ക് ഇൻവെന്ററി എന്ന ഓപ്ഷൻ കാണാം. അടുത്തതായി നാം അവിടെ പോകും. ഇപ്പോൾ ഇൻവെന്ററി സെക്ഷനിൽ നാം ആവശ്യമായ എല്ലാ മാറ്റങ്ങളും വരുത്താനും ആവശ്യമായ എല്ലാ വിവരങ്ങളും പൂരിപ്പിക്കാനും കഴിയും. അത് പൂർത്തിയായാൽ നാം ഇൻവെന്ററി മാനേജ്മെന്റിൽ തന്നെ തുടക്കം കുറിക്കും. ശരി, ഇവിടെ ആദ്യ ഓപ്ഷൻ ആണ്. ഇപ്പോൾ ഒരു ഐറ്റം സ്റ്റോക്ക് യൂണിറ്റ് എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഇവിടെ 3 ഓപ്ഷനുകൾ ലഭ്യമാണ്: സ്റ്റോക്ക് യൂണിറ്റ്, സ്റ്റോക്ക് പാക്ക് യൂണിറ്റ്, സ്റ്റോക്ക് പാക്കേജ് പാക്ക്. ഇത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം ഉപയോഗിച്ച് ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ ഒരു കാർട്ടൺ പാക്കിൽ വരുന്ന ഒരു ഉൽപ്പന്നം വാങ്ങുന്നു എന്ന് കരുതൂ. ആ കാർട്ടണിനുള്ളിൽ 10 വ്യത്യസ്ത ബോക്സുകൾ ഉണ്ട്. ഓരോ ബോക്സിലും 15 വീതം വ്യക്തിഗത ഉൽപ്പന്നങ്ങൾ ഉണ്ട്. ഈ സാഹചര്യത്തിൽ കാർട്ടൺ ആണ് സ്റ്റോക്ക് പാക്ക് യൂണിറ്റ്, ബോക്സ് ആണ് സ്റ്റോക്ക് പാക്ക് യൂണിറ്റ്, ഒറ്റ ഉൽപ്പന്നം ആണ് സ്റ്റോക്ക് യൂണിറ്റ്. അവസാനിപ്പിച്ച് പറയുകയാണെങ്കിൽ ആദ്യ യൂണിറ്റ് ഉൽപ്പന്നങ്ങളുടെ എണ്ണം, രണ്ടാം യൂണിറ്റ് ബോക്സ്, മൂന്നാമത് കാർട്ടൺ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഇൻവെന്ററി ഇങ്ങനെ 3 വ്യത്യസ്ത യൂണിറ്റുകളിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ ആ ഓപ്ഷനുകൾ ഇവിടെ തിരഞ്ഞെടുക്കാം. അടുത്തതായി അടുത്ത സെറ്റിംഗ് വെയർഹൌസ് ഓപ്ഷനാണ്. നിങ്ങൾ ഒന്നിലധികം വെയർഹൌസുകൾ നിലനിർത്തുകയും ഓരോ വെയർഹൌസിലും വ്യത്യസ്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ സെറ്റിംഗ് നിങ്ങൾക്കാണ്. ഇവിടെ 2 ഓപ്ഷനുകൾ ലഭ്യമാണ്: ഡോക്യുമെന്റ് ലെവൽ, ലൈൻ ലെവൽ. ഡോക്യുമെന്റ് ലെവൽ ഓപ്ഷനിൽ നിങ്ങൾ ഒരു വെയർഹൌസ് തിരഞ്ഞെടുക്കുന്നു. ആ ഡോക്യുമെന്റിലെ എല്ലാ അറ്റങ്ങളും ആ തിരഞ്ഞെടുത്ത വെയർഹൌസിൽ നിന്നായിരിക്കും. പക്ഷേ ലൈൻ ലെവൽ ഓപ്ഷനിൽ വ്യത്യസ്ത അറ്റങ്ങൾക്കായി വ്യത്യസ്ത വെയർഹൌസുകൾ തിരഞ്ഞെടുക്കാൻ കഴിയും. ഒരു വെയർഹൌസിൽ ചില ഉൽപ്പന്നങ്ങളും മറ്റൊന്നിൽ മറ്റുള്ളവയും സൂക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഉപകാരപ്രദമാണ്. അതിനാൽ നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ഡോക്യുമെന്റ് ലെവലോ ലൈൻ ലെവലോ തിരഞ്ഞെടുക്കാം. ഓരോ സെറ്റിംഗിന്റെയും അടുത്ത് ഒരു നീല ഐക്കൺ നിങ്ങൾ ശ്രദ്ധിക്കും. അത് ക്ലിക്ക് ചെയ്താൽ ആ പ്രത്യേക സെറ്റിംഗ് എന്താണെന്ന് വ്യക്തമായ വിശദീകരണം ലഭിക്കും. ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ അടുത്ത സെറ്റിംഗ് ഡോക്യുമെന്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് മറ്റൊരു ഉദാഹരണത്തിലൂടെ ഞാൻ വിശദീകരിക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു വസ്ത്രവിപണനശാലയുണ്ടെന്ന് കരുതൂ, പക്ഷേ അതിൽ തന്നെ ഷൂസുകളും നിങ്ങൾ വിൽക്കുന്നു. ഡോക്യുമെന്റ് ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഇൻവോയ്സുകൾ 2 വിഭാഗങ്ങളായി തരംതിരിക്കാം: ഒന്ന് ഷൂസിനും മറ്റൊന്ന് വസ്ത്രങ്ങൾക്കുമായി. ഇങ്ങനെ നിങ്ങൾക്ക് ഷൂസ് ഇൻവോയ്സുകൾക്ക് മാത്രം റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ അത് എളുപ്പത്തിൽ ചെയ്യാം. അതുപോലെ വസ്ത്രങ്ങൾക്ക് പ്രത്യേകം റിപ്പോർട്ടുകളും നിങ്ങൾക്ക് തയ്യാറാക്കാം. ഈ തരംതിരിക്കൽ നിങ്ങളുടെ വിൽപ്പന ഡാറ്റ ക്രമീകരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് വളരെ എളുപ്പമാക്കുന്നു. അടുത്തത് ബാർ സ്കാൻ ലുക്കപ്പ് ഓപ്ഷനാണ്. നിങ്ങളുടെ ഇൻവെന്ററി മാനേജ്മെന്റിൽ ബാർകോഡ് സ്കാനിംഗ് ഉപയോഗിക്കണമെങ്കിൽ ഈ ഓപ്ഷൻ ഇവിടെ ഓൺ ചെയ്യാം. അതിനുശേഷം ബാർകോഡ് സ്കാൻ ബേസ്ഡ് ഓൺ എന്ന സെറ്റിംഗുമുണ്ട്. ഇവിടെ ബാർകോഡ് സ്കാനിംഗ് എന്തിനെ അടിസ്ഥാനമാക്കി വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാം: ഐറ്റം ലെവൽ, സീരിയൽ നമ്പർ, ബാർകോഡ്, ബാച്ച് നമ്പർ, ജ്വല്ലറി ടാഗ് നമ്പർ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായ മറ്റേതെങ്കിലും ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ മിനിമം സ്റ്റോക്ക് ലെവലിനെക്കുറിച്ച് സംസാരിക്കാം. മിനിമം സ്റ്റോക്ക് ലെവൽ എന്നത് എന്താണ്? ഒരു ചെറിയ ഉദാഹരണം ഞാൻ നൽകാം. നിങ്ങൾക്ക് ഒരു കടയുണ്ടെന്ന് കരുതൂ. അവിടെ നിങ്ങൾ വിൽക്കുന്ന ഒരു ഉൽപ്പന്നം സ്റ്റോക്കിൽ 2 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ ഈ കുറവ് സ്റ്റോക്ക് നിങ്ങൾക്ക് അറിയില്ല. അതേസമയം ഒരു ഉപഭോക്താവ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ചോദിക്കുന്നു. ബില്ലിംഗ് സമയത്ത് നിങ്ങൾക്ക് 2 ഉൽപ്പന്നങ്ങൾ മാത്രമേ ലഭ്യമാകൂ. അതിനേക്കാൾ കൂടുതൽ വിൽക്കാൻ കഴിയില്ല. ആ പ്രത്യേക ഉൽപ്പന്നത്തിന് നിങ്ങൾ മിനിമം സ്റ്റോക്ക് ലെവൽ 10 ആയി സെറ്റ് ചെയ്താൽ സ്റ്റോക്ക് 10 താഴെയായാൽ സോഫ്റ്റ്വെയർ നിങ്ങളെ അറിയിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും. ഉൽപ്പന്നം വീണ്ടും ഓർഡർ ചെയ്യാം. അതിനാൽ സ്റ്റോക്ക് അപ്രതീക്ഷിതമായി തീരുന്നത് ഒഴിവാക്കാം. അടുത്തുള്ള സെറ്റിംഗ് സ്റ്റോക്ക് വാലുവേഷനാണ്. നിങ്ങളുടെ ഇൻവെന്ററി സിസ്റ്റത്തിൽ എങ്ങനെ മൂല്യനിർണ്ണയം ചെയ്യണമെന്ന് ഇതാണ് നിർണ്ണയിക്കുന്നത്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ 3 രീതികളുണ്ട്: വേഴ്, ഡേഗ്, ഡെഗ്രേറ്.
നിങ്ങളുടെ സ്റ്റോക്ക് എങ്ങനെ നിലനിർത്തുന്നു, എങ്ങനെ മൂല്യനിർണ്ണയം ചെയ്യുന്നു എന്നതനുസരിച്ച് അനുയോജ്യമായ രീതിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തത് മുഴുതരവ് ദാവ് ജഡേൽ രാറ്റമസ് ഉപദ്രത എന്ന ഓപ്ഷനാണ്. നിങ്ങളുടെ സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിൽ സെയിൽസ് റിട്ടേൺ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഓപ്ഷൻ ഓൺ ചെയ്യുക മതി. അതിനുശേഷം ഫലം കഴിച്ചത് ഉണ്ട്. നിങ്ങളുടെ അറ്റം കോഡിംഗ് മാനുവലായി വേണമെങ്കിൽ അതിനായി ഇവിടെ തിരഞ്ഞെടുക്കാം. മറ്റൊരു വഴിയായി ഓട്ടോമാറ്റിക് ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ഓട്ടോ ന്യൂമറിക്കൽ കോഡിംഗ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ഓപ്ഷനുകളും ലഭ്യമാണ്. അവസാനമായി എറ്റൻറ്റെമുലോ രാഗ സോദോഥ എന്നതുണ്ട്. നിങ്ങളുടെ അറ്റം മാസ്റ്ററിൽ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ ഈ സെറ്റിംഗ് സഹായിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ സെയ്തേത് സഫ്റ്റ്മേക്ക എന്ന പേരിൽ ഒരു അറ്റം സൃഷ്ടിച്ചാൽ അതേ പേരിൽ ഒന്നിലധികം എൻട്രികൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ സെറ്റിംഗ് സഹായിക്കുന്നത്. ഇതിലൂടെ ആ പേരിൽ ഒരു അറ്റം മാത്രമേ ഉണ്ടാകൂ. നിങ്ങൾ ഇത് ഓൺ ചെയ്താൽ അതേ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് അറ്റം ഉണ്ടാകില്ല. കൂടാതെ ബാർകോഡ് അല്ലെങ്കിൽ അറ്റം ഗ്രൂപ്പ് പേരിന്റെ അടിസ്ഥാനത്തിൽ ഡ്യൂപ്ലിക്കേഷൻ തടയാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം ആ സെറ്റിംഗുകൾ തിരഞ്ഞെടുക്കാം. അടുത്തത് നമുക്ക് എരാനക്തമേഖല ഉണ്ട്. ഇവിടെ നിങ്ങൾ അറ്റം ലെവലിലോ ഗ്രൂപ്പ് ലെവലിലോ അറ്റം എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാം. നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഓപ്ഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാം. മുന്നോട്ട് പോകുമ്പോൾ ഡോണേറ്റ് ദേത ഔദമേരാത്ര എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വൗച്ചറിൽ അറ്റം എൻട്രി ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ഒരു പ്രിന്റ് വിവരണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്യാം. ഇത് ഓൺ ചെയ്താൽ ആ പ്രത്യേക അറ്റത്തിനായി ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടും. അവിടെ നിങ്ങൾക്ക് കസ്റ്റം വിവരണം എഴുതാൻ കഴിയും. അതിനാൽ ആ അറ്റത്തിനായി ഇൻവോയ്സിൽ അധികമായി അല്ലെങ്കിൽ പ്രത്യേകമായി എന്തെങ്കിലും ചേർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ എളുപ്പത്തിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ദക്ഷിണയെക്കുറിച്ച് സംസാരിക്കാം. ദക്ഷിണദൗത എന്നത് എന്താണെന്നായി ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വിശദീകരിക്കാം. നിങ്ങൾക്ക് ഒരു പെയിന്റ് ബിസിനസ് ഉണ്ടെന്ന് കരുതൂ. അവിടെ 905 എന്നൊരു ഉൽപ്പന്നമുണ്ട്. ഇപ്പോൾ 905 12 വ്യത്യസ്ത നിറങ്ങളിൽ ലഭ്യമാണ്. നിറം ഒഴികെ കൺസിസ്റ്റൻസി, ഭാരം, പാക്കേജിംഗ് എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് 12 പൂർണ്ണമായും വേറിട്ട ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കണം. അത് 12 വ്യത്യസ്ത അറ്റം ലെഡ്ജറുകൾ ഉണ്ടാകുമെന്ന് അർത്ഥം. പിന്നെ നിങ്ങൾ എത്ര 905 ഉൽപ്പന്നങ്ങൾ വിറ്റു എന്നത് ട്രാക്ക് ചെയ്യുന്നത് വളരെ ആശയക്കുഴപ്പവും ബുദ്ധിമുട്ടും ആയിരിക്കും. അതിനുപകരം നിങ്ങൾക്ക് ചെയ്യാവുന്നത് 905 എന്ന ഒരു പ്രധാന അറ്റം സൃഷ്ടിച്ച് അതിന്റെ കീഴിൽ 905 ഓറഞ്ച്, 905 യെല്ലോ, 905 ബ്ലൂ എന്നിങ്ങനെ സബറ്റങ്ങൾ സൃഷ്ടിക്കാം. ഈ എല്ലാ സബറ്റങ്ങളും പ്രധാന അറ്റത്തിനടിയിൽ ലിങ്ക് ചെയ്തിരിക്കും. നിങ്ങൾ 905ന്റെ ലെഡ്ജർ കാണുമ്പോൾ അതിൽ എല്ലാ ട്രാൻസാക്ഷനുകളും അതിന്റെ സബറ്റങ്ങൾ ഉൾപ്പെടെ കാണിക്കും. ഇത് നിങ്ങളുടെ വിൽപ്പനയും സ്റ്റോക്കും മാനേജ് ചെയ്യാനും കാണാനും വളരെ എളുപ്പമാക്കുന്നു. അടുത്തത് ഡെലിവറി തീയതിയും സെയിൽ പർച്ചേസ് ഓർഡറുമാണ്. ഡെലിവറി തീയതി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അത് മുഴുവൻ ഓർഡറിന്റെ അടിസ്ഥാനത്തിലോ ഓരോ ലൈനും അറ്റത്തിന്റെയും അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അതൊന്നും ആവശ്യമില്ലാതെയോ വേണമോ? ഈ സെറ്റിംഗ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാൻ സഹായിക്കും. ഇപ്പോൾ നെഗറ്റീവ് സ്റ്റോക്ക് അനുവദിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. നെഗറ്റീവ് സ്റ്റോക്ക് എന്നത് എന്താണ്? അതിനെ അനുവദിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഉദാഹരണത്തിന്, നിങ്ങൾ സാധനങ്ങളും പർച്ചേസ് ബില്ലും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഏതോ കാരണവശാൽ ഈ പർച്ചേസ് നിങ്ങൾ സോഫ്റ്റ്വെയറിൽ ഇനിയും എൻട്രി ചെയ്തിട്ടില്ലെന്ന് കരുതൂ. എന്നാൽ ഒരു കസ്റ്റമർ വരുന്നു. അവൻ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അവ ഫിസിക്കലായി ലഭ്യമാണ്, പക്ഷേ സിസ്റ്റത്തിൽ ഇനിയും എൻട്രി ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ നിങ്ങൾ നെഗറ്റീവ് സ്റ്റോക്ക് അനുവദിച്ചാൽ സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഉൽപ്പന്നം വിൽക്കാൻ സാധിക്കും. പിന്നീട് നിങ്ങൾ പർച്ചേസ് ഇൻവോയ്സ് എൻട്രി ചെയ്താൽ സിസ്റ്റം സ്റ്റോക്ക് അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. ഇത്തരം സാഹചര്യങ്ങളിലും നിങ്ങളുടെ സെയിൽസ് സുഗമമായി തുടരാൻ ഈ ഫീച്ചർ സഹായിക്കുന്നു. അടുത്ത ഓപ്ഷൻ ഗ്രോസ് ടെയിൽ വെയ്റ്റ് ആണ്. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഗ്രോസ് ടെയിൽ വെയ്റ്റ് നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ എനേബിൾ ചെയ്യാം. അതിനുശേഷം ഫ്രീ ക്വാണ്ടിറ്റി അപ്ലിക്കബിൾ എന്ന ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു സെയിൽ നടത്തുന്നു. അതിൽ കസ്റ്റമർമാർക്ക് ഫ്രീ ക്വാണ്ടിറ്റികൾ ലഭിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ ഫ്രീ ക്വാണ്ടിറ്റികൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഫ്രീ ക്വാണ്ടിറ്റി സെയിൽസിലാണോ അല്ലെങ്കിൽ പർച്ചേസിലാണോ എൻട്രി ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇത് ഇവിടെ സെലക്ട് ചെയ്യാം. അടുത്തത് അറ്റം യൂണിറ്റ് അപ്ലിക്കബിൾ, റേറ്റ് യൂണിറ്റ് അപ്ലിക്കബിൾ എന്നിങ്ങനെയാണ്. റേറ്റ് ഏത് യൂണിറ്റിൽ ആകണം എന്ന് നിങ്ങൾ ഇവിടെ തീരുമാനിക്കാം. പാക്സ്, സ്റ്റോക്ക് യൂണിറ്റുകൾ അല്ലെങ്കിൽ ധന്യം യൂണിറ്റുകൾ എന്നിവയിൽ അടിസ്ഥാനമാക്കി ഡേറ്റ് വേണമോ?
നിങ്ങളുടെ ഇൻവെന്ററി ക്രമീകരണത്തിന് അനുയോജ്യമായതിനെ നിങ്ങൾ ഓൺ ചെയ്യാം. അടുത്തതായി അറ്റം റേറ്റ് ഡെസിമൽ എന്നത് റേറ്റുകൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര ഡെസിമൽ സ്ഥാനങ്ങൾ വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നു. 4 5 ഡെസിമൽ സ്ഥാനങ്ങൾ വേണമെങ്കിൽ അത് ഇവിടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിനുശേഷം റേറ്റ് ബേസ്ഡ് ഓൺ എന്ന ഓപ്ഷൻ ഉണ്ട്. റേറ്റ് പ്രധാന അറ്റത്തിൽ ആകണമോ സബ് അറ്റത്തിൽ ആകണമോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. അടുത്ത ഓപ്ഷൻ ഡേറ്റ് പ്രിഫറൻസ്, ഇന്റർലൊക്കേഷൻ ട്രാൻസ്ഫർ എന്നിവയാണ്. നിങ്ങൾക്ക് ഒന്നിലധികം ലൊക്കേഷനുകൾ ഉണ്ടെങ്കിൽ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്റ്റോക്ക് മാറ്റുമ്പോൾ ആ ഉൽപ്പന്നത്തിന്റെ നിരക്ക് എങ്ങനെ കണക്കാക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. അത് സ്റ്റോക്ക് വാലുവേഷനിൽ ആധാരമാക്കണോ അല്ലെങ്കിൽ സെയിൽസ് റേറ്റിൽ ആധാരമാക്കണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ തിരഞ്ഞെടുക്കാം. അവസാനമായി ഡോക്യുമെന്റിൽ യൂണിറ്റ് മാറ്റം അനുവദിക്കരുത് എന്ന ഓപ്ഷൻ ഉണ്ട്. ഒരു ഡോക്യുമെന്റിൽ യൂണിറ്റ് എൻ്റർ ചെയ്ത ശേഷം അത് മാറ്റാൻ അനുവദിക്കേണ്ടതില്ലെങ്കിൽ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് മാറ്റങ്ങൾ തടയാം. അടുത്തത് ഡിസ്പാച്ച് ചാലനായി മാത്രം പരിഗണിക്കുക, ഇൻവോയിസായി അല്ല എന്നതാണ്. നിങ്ങളുടെ ഡിസ്പാച്ച് ഷീറ്റ് ഇൻവോയിസിന് പകരം ചാലനായി പരിഗണിക്കണമെങ്കിൽ ഈ ഓപ്ഷൻ സിമ്പിളായി ഓൺ ചെയ്യാം. അടുത്തത് ബില്ലിംഗിൽ ബണ്ടിൽ വിശദാംശങ്ങൾ കാണിക്കുക എന്നതാണ്. അപ്പോൾ ബണ്ടിൽ വിശദാംശങ്ങൾ എന്നത് എന്താണ്? ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വിശദീകരിക്കാം. നിങ്ങൾക്ക് ഒരു സ്റ്റേഷനറി അല്ലെങ്കിൽ ബുക്ക് ഷോപ്പ് ഉണ്ടെന്ന് കരുതൂ. അവിടെ ഓരോ ക്ലാസ്സിനും കോഴ്സ് ബുക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ് എന്നിങ്ങനെ. ഓരോ ക്ലാസ്സിനും നിങ്ങൾക്ക് ഗണിത പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, SST പുസ്തകങ്ങൾ, സയൻസ് പുസ്തകങ്ങൾ എന്നിവയുണ്ട്. ഓരോ പുസ്തകവും ഒറ്റയടിക്ക് തിരഞ്ഞെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു ബണ്ടിൽ സൃഷ്ടിക്കാം. ഉദാഹരണത്തിന് ഒരു ക്ലാസ് 1 ബണ്ടിൽ അല്ലെങ്കിൽ ക്ലാസ് 2 ബണ്ടിൽ എന്നിങ്ങനെ ആ ക്ലാസ്സിലെ എല്ലാ പുസ്തകങ്ങളും ഉൾപ്പെടുന്ന ബണ്ടിൽ. ഇനി ആരെങ്കിലും ക്ലാസ് 6 പുസ്തകങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ക്ലാസ് 6 ബണ്ടിൽ മാത്രം തിരഞ്ഞെടുക്കാം. അപ്പോൾ ആ ബണ്ടിലുള്ള എല്ലാ പുസ്തകങ്ങളും ഇൻവോയിസിൽ ഓട്ടോമാറ്റിക്കായി പ്രത്യക്ഷപ്പെടും. ഇത് ബില്ലിംഗ് വളരെ വേഗത്തിലും എളുപ്പത്തിലും ആക്കുന്നു. നിങ്ങൾക്ക് ബില്ലിംഗിൽ ബണ്ടിൽ വിശദാംശങ്ങൾ കാണിക്കണമെങ്കിൽ ഈ ഫീച്ചർ ഓൺ ചെയ്യുക. അടുത്ത ഓപ്ഷൻ ബാലൻസ് ഷീറ്റിൽ സ്റ്റോക്ക് മൂല്യം കാണിക്കുക എന്നതാണ്. ഇവിടെ ബാലൻസ് ഷീറ്റിൽ നിങ്ങളുടെ സ്റ്റോക്ക് മൂല്യം എങ്ങനെ കാണിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. നിങ്ങൾക്ക് അത് മാനുവലായി നൽകാൻ ഇഷ്ടമാണോ? അല്ലെങ്കിൽ തനഞ്ഞയെ അടിസ്ഥാനമാക്കി റിയൽ ടൈം സ്റ്റോക്ക് മൂല്യം പ്രതിഫലിപ്പിക്കണമോ? അല്ലെങ്കിൽ സ്റ്റോക്ക് മൂല്യം കാണിക്കേണ്ടതില്ലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഓപ്ഷൻ ഇവിടെ തിരഞ്ഞെടുക്കാം. അടുത്ത 2 ഓപ്ഷനുകൾ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ മോഡ്യൂളിൽ കാണാം. ഇപ്പോൾ ഇൻവെന്ററി ഡോക്യുമെന്റ് കസ്റ്റം ഫീൽഡുകളിലേക്കാണ്. നിങ്ങളുടെ ഇൻവെന്ററി ഡോക്യുമെന്റുകളിൽ ഏതെങ്കിലും കസ്റ്റം ഫീൽഡുകൾ ചേർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി നിങ്ങൾക്ക് ഇവിടെയാണ് സൃഷ്ടിക്കാനാവുക. നാം 5 വ്യത്യസ്ത കസ്റ്റം ഫീൽഡുകൾ നൽകുന്നു. നിങ്ങൾക്ക് അത് സജീവമാക്കണമെങ്കിൽ ആവശ്യമായതിൽ ക്ലിക്ക് ചെയ്യുക, ശേഷം ക്യാപ്ഷൻ നൽകുകയും അത് സ്ട്രിംഗ്, ന്യൂമറിക്, കറൻസി അല്ലെങ്കിൽ ഡേറ്റ് ഫീൽഡ് ആണോ എന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അറ്റം മാസ്റ്റർ കസ്റ്റം ഫീൽഡും ഉണ്ട്. നിങ്ങളുടെ അറ്റം മാസ്റ്റർ റെക്കോർഡുകളിൽ കസ്റ്റം ഫീൽഡുകൾ ചേർക്കാനും ഇതേ രീതിയിൽ കഴിയും. അടുത്തത് അറ്റം എക്സ്റ്റെൻഡ് പ്രോപ്പർട്ടിയാണ്. ഇത് കോൺഫിഗറേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ബാച്ച് അടിസ്ഥാനത്തിലുള്ള ഇൻവെന്ററിയോടെ തുടങ്ങാം. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നിർമ്മാണം അല്ലെങ്കിൽ കാലഹരണപ്പെടുന്ന തീയതികൾ ആവശ്യമായ ബിസിനസ്സുകൾക്ക് ഇൻവെന്ററി ബാച്ച് അടിസ്ഥാനത്തിൽ നിലനിർത്തുന്നത് അത്യന്താപേക്ഷിതമാണ്. ഇത് ഓരോ ഉൽപ്പന്ന ബാച്ചും അതിന്റെ കാലഹരണപ്പെടുന്ന തീയതിയും എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ സഹായിക്കും. അതിനാൽ നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം സെയിൽസിൽ ബാച്ച് എക്സ്പൈറി പരിശോധിക്കുക എന്ന ഓപ്ഷനുമുണ്ട്. വിൽപ്പന നടത്തുമ്പോൾ സിസ്റ്റം ബാച്ച് എക്സ്പൈറി തീയതികൾ പരിശോധിക്കണമോ അല്ലെങ്കിൽ അലർട്ട് നൽകണമോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് ഇവിടെ എനേബിൾ ചെയ്യുകയോ ഡിസേബിൾ ചെയ്യുകയോ ചെയ്യാം. അടുത്തതായി ബാച്ച് ഡീറ്റെയിൽസ് അട്രിബ്യൂട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ ബാച്ചുകൾക്ക് നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അട്രിബ്യൂട്ടുകൾ തിരഞ്ഞെടുക്കാൻ കഴിയും. നാം തിരഞ്ഞെടുക്കാൻ നിരവധി ഓപ്ഷനുകൾ നൽകുന്നു. നിങ്ങൾക്ക് എക്സ്പൈറി, നിർമ്മാണ തീയതികളുടെ ഫോർമാറ്റും തിരഞ്ഞെടുക്കാൻ കഴിയും. ഈ തീയതികൾ നൽകുന്നതിനുള്ള ഫോർമാറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അത് ദിവസം, മാസം, വർഷം ആകാമോ അല്ലെങ്കിൽ വെറും മാസം, വർഷം ആകാമോ. കൂടാതെ ചെക്ക് ബാച്ച് ബാലൻസ് എന്ന ഓപ്ഷനും ഉണ്ട്. ഇത് ഉപയോഗിച്ച് വിൽപ്പന നടത്തുമ്പോൾ ഒരു ബാച്ചിൽ എത്ര സ്റ്റോക്ക് ബാക്കി ഉണ്ടെന്ന് പരിശോധിക്കാം. അതിനാൽ ആ ബാച്ചിൽ എത്ര സ്റ്റോക്ക് ശേഷിയുള്ളതെന്ന് നിങ്ങൾക്ക് എപ്പോഴും അറിയാം. ഇപ്പോൾ അറ്റം സീരിയൽ നമ്പർ ട്രാക്കിംഗ് ലേക്ക് നീങ്ങാം. അലൈൻ ബുക്സിൽ നിങ്ങൾക്ക് സീരിയൽ നമ്പർ ഉപയോഗിച്ച് ഇൻവെന്ററി നിലനിർത്താനും കഴിയും. മൊബൈൽ ഫോൺ ഷോപ്പുകൾ ഇൻവെന്ററി ഐമിയ നമ്പറുകൾ ട്രാക്ക് ചെയ്യുന്നു. ഓട്ടോമൊബൈൽ ബിസിനസ്സുകൾ ബാറ്ററി, ചാസിസ്, മെഷീൻ നമ്പറുകൾ ട്രാക്ക് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സീരിയൽ നമ്പർ ട്രാക്കിംഗ് നിങ്ങളുടെ സ്റ്റോക്ക് കൃത്യമായി മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു. അതിനുശേഷം ഫ്യൂസ് സീരിയൽ അട്രിബ്യൂട്ട് എന്നതുണ്ട്.
നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സീരിയൽ നമ്പർ അട്രിബ്യൂട്ട് എങ്ങനെയാണെന്ന് തീരുമാനിക്കാം, അതായത് ഒരു ലളിതമായ സീരിയൽ നമ്പറോ ലോട്ട് നമ്പറോ അല്ലെങ്കിൽ അറ്റം പ്രോപ്പർട്ടിയോ ആകാം. നിങ്ങൾക്ക് ഇത് ഇവിടെ തിരഞ്ഞെടുക്കാം. അടുത്തത് സീരിയൽ ഡീറ്റെയിൽ ഇൻപുട്ട് ആണ്. നിങ്ങൾക്ക് സീരിയൽ നമ്പറുകൾ സാധാരണയായി ഒന്ന് വീതം നൽകണോ അല്ലെങ്കിൽ റേഞ്ചുകളിൽ നൽകണോ എന്ന് തിരഞ്ഞെടുക്കാം. സീരിയൽ ജനറേഷൻ ബേസ്ഡ് ഓൺ എന്നതിൽ സീരിയൽ നമ്പറുകൾ സിസ്റ്റം സ്വയം സൃഷ്ടിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മാനുവലായി സൃഷ്ടിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. രണ്ട് ഓപ്ഷനുകളും ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ സീരിയൽ ജനറേഷൻ ഡിജിറ്റ് എന്നതും തിരഞ്ഞെടുക്കാം. അത് എന്തെന്നാൽ നിങ്ങൾക്ക് സ്വയം സീരിയൽ നമ്പറുകൾ സൃഷ്ടിക്കണമെങ്കിൽ ഓരോ സീരിയൽ നമ്പറിലും എത്ര അക്കങ്ങൾ വേണം എന്ന് നിർണ്ണയിക്കാം. അവസാനമായി ചെക്ക് സീരിയൽ ബാലൻസ് എന്നതുമുണ്ട്. ബില്ലിംഗ് സമയത്ത് സീരിയൽ നമ്പറുകളുടെ ബാലൻസ് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഓൺ ചെയ്യാം. അടുത്ത ഓപ്ഷൻ സീരിയൽ ഫെയിൽ സെയിൽസ് റേറ്റ് ആൻഡ് MRP ആണ്. നിങ്ങളുടെ സ്റ്റോക്ക് സീരിയൽ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഫെയിൽ അടിസ്ഥാനത്തിലോ സൂക്ഷിക്കണോ? ഓരോ സീരിയലിനും അല്ലെങ്കിൽ ഹെഗതിനുമുള്ള സെയിൽസ് റേറ്റ്, MRP എന്നിവ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നിന്ന് ഓൺ ചെയ്യാം. അതിനുശേഷം ഇൻവേഡിൽ ഡ്യൂപ്ലിക്കേറ്റ് സീരിയൽ പരിശോധിക്കുക എന്നതുമുണ്ട്. ചിലപ്പോഴൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ തെറ്റിദ്ധാരണയാൽ ഡ്യൂപ്ലിക്കേറ്റ് സീരിയൽ നമ്പറുകൾ എൻ്റർ ചെയ്യപ്പെടാം. ഇത് തടയാൻ ഈ ഓപ്ഷൻ ഓൺ ചെയ്താൽ സ്റ്റോക്ക് ഇൻവേഡിൽ ഡ്യൂപ്ലിക്കേറ്റ് സീരിയൽ നമ്പറുകൾ അനുവദിക്കില്ല. അടുത്തത് സീരിയൽ ഫീൽഡുകളുടെ എണ്ണം എന്നതാണ്. നിങ്ങൾക്ക് എത്ര സീരിയൽ നമ്പർ ഫീൽഡുകൾ വേണമെന്ന് 1, 2 അല്ലെങ്കിൽ 3 എന്നിങ്ങനെ തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് മൊബൈൽ സ്റ്റോറുകൾ സാധാരണയായി ഓരോ ഡിവൈസിനും 2 അക്കൗണ്ട് നമ്പറുകൾ ഉപയോഗിച്ച് ഇൻവെന്ററി സൂക്ഷിക്കാറുണ്ട്. അതിനാൽ അവർ 2 സീരിയൽ ഫീൽഡുകൾ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം ലൈൻ ലെവൽ ഓപ്ഷണൽ ബാർകോഡ് ഉപയോഗിക്കുക എന്നതും വരുന്നു. നിങ്ങൾക്ക് ഓരോ ലൈൻ അറ്റത്തിനും ബാർകോഡ് ട്രാക്കിംഗ് സജ്ജമാക്കണമെങ്കിൽ ഇത് ഓൺ ചെയ്യുക മതി. അടുത്തത് ഇൻപുട്ട് അറ്റം ഡോക്യുമെന്റ് ഡീറ്റെയിൽ അട്രിബ്യൂട്ട് ആണ്. ഇത് പ്രധാനമായും വസ്ത്രവ്യാപാരങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. അവിടെ വാങ്ങലുകൾ ബൾക്കായാണ് എൻ്റർ ചെയ്യുന്നത്, എന്നാൽ ഓരോ വസ്ത്രത്തിനും ഇൻവോയ്സ് ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ബിസിനസ് പ്രോസസ്സിന് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാൻ ഇവിടെ വിവിധ ഓപ്ഷനുകളുണ്ട്. അതിനുശേഷം ബാർകോഡ് ഇൻവേഡ് ഔട്ട്വേഡ് വാലിഡേഷൻ ചെക്ക് എന്നതുമുണ്ട്. സ്റ്റോക്ക് ഇൻവേഡിലോ ഔട്ട്വേഡിലോ ബാർകോഡുകൾ വാലിഡേറ്റ് ചെയ്യണമോ? നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റുകൾ, സ്റ്റോക്ക് ബാലൻസ് രണ്ടും അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ വാലിഡേഷൻ ഡിസേബിൾ ചെയ്യുക എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാം. അടുത്തത് ഇൻപുട്ട് ഡൈമെൻഷൻ ഡീറ്റെയിൽ ആണ്. നിങ്ങൾക്ക് ഉൽപ്പന്നത്തിന്റെ നീളം, വീതി, ഉയരം പോലുള്ള അളവുകൾ നൽകണമെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് ഓരോ അറ്റത്തിനും ആ വിവരങ്ങൾ നൽകാം. ഇപ്പോൾ നാം സെയിൽ കൺസിഡറേഷൻ്റെയും സെയിൽ സ്റ്റോക്കിൻ്റെയും കുറിച്ച് സംസാരിക്കാം. ഇത് മെറ്റീരിയൽ റിക്വിസിഷൻ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്, അതായത് MRP. ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ വിശദീകരിക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു വസ്ത്രവ്യാപാരം നടത്തുന്നു എന്ന് കരുതൂ. നവംബറിൽ നിങ്ങൾ 30 ഷാൾസ് വിറ്റു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബറിലും നിങ്ങൾ ഏകദേശം 30 ഷാൾസ് വിറ്റു പോകുമെന്ന് എബിറ്റർ പ്രവചിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റോക്കിൽ 12 ഷാൾസ് മാത്രമേയുള്ളൂ. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആവശ്യകത നിറവേറ്റാൻ 18 ഷാൾസ് കൂടി വാങ്ങണമെന്ന് സിസ്റ്റം നിങ്ങളെ അറിയിക്കും. ഈ പ്രവചനങ്ങൾ നിങ്ങൾക്ക് കറന്റ് ട്രെൻഡ് റിപ്പോർട്ടിൽ കാണാൻ കഴിയും. ഇത് ഇൻവെന്ററി പ്ലാനിംഗ് വളരെ എളുപ്പമാക്കുന്നു. അടുത്തത് സബ്ഐറ്റം അടിസ്ഥാനത്തിലുള്ള സ്റ്റോക്ക് പരിശോധിക്കൽ ആണ്. സബ്ഐറ്റങ്ങൾ ഓരോന്നിന്റെയും സ്റ്റോക്ക് പ്രത്യേകം ട്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാം. അതിനുശേഷം ബ്രാൻഡ് അടിസ്ഥാനത്തിലുള്ള ഉൽപ്പന്നം മാനേജ് ചെയ്യുക എന്നതുണ്ട്. നിങ്ങൾ ഒരേ ഉൽപ്പന്നം പല ബ്രാൻഡുകളിൽ നിന്ന് വാങ്ങുന്നുവെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് അറ്റങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ബ്രാൻഡുകൾ അവയ്ക്ക് അസൈൻ ചെയ്യാം. അടുത്തത് മാനേജ് പ്രിസ്ക്രിപ്ഷൻ എന്നത് ആവർത്തന ഓർഡറുകൾ അല്ലെങ്കിൽ കസ്റ്റമർമാർക്കുള്ള പിക്ക് ആൻഡ് പാക്ക് നിർദ്ദേശങ്ങൾ സജ്ജീകരിക്കാൻ ഉപകാരപ്പെടും. നിങ്ങൾ ഏത് കസ്റ്റമർക്കും ബാധകമായ ജനറിക് പ്രിസ്ക്രിപ്ഷനുകൾ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ വ്യക്തിഗത കസ്റ്റമർമാർക്ക് പ്രത്യേകമായ പാർട്ടി അടിസ്ഥാനത്തിലുള്ള പ്രിസ്ക്രിപ്ഷനുകൾ സൃഷ്ടിക്കാനോ കഴിയും. അതിനുശേഷം അറ്റം ഡോക്യുമെന്റ് അട്രിബ്യൂട്ട് ഉണ്ട്, സാധാരണയായി ഗാർമെന്റ് ബിസിനസ്സുകളിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഡോക്യുമെന്റുകൾക്ക് കളർ, ജെൻഡർ, സൈസ് അല്ലെങ്കിൽ മറ്റ് കസ്റ്റം അട്രിബ്യൂട്ടുകൾ സൃഷ്ടിക്കാം. നിങ്ങൾ അട്രിബ്യൂട്ട് ടൈപ്പ് തിരഞ്ഞെടുക്കാം, ഉദാഹരണത്തിന് സെൽഫ്ലെസ്, ലൊക്കേഷൻ അല്ലെങ്കിൽ കസ്റ്റമർ റിലേറ്റഡ് എന്നിങ്ങനെയും. അതിനുശേഷം ഇവിടെ ചേർക്കാം. അടുത്തതായി ഫിക്സ്ഡ് ആസറ്റ് ഹാൻഡ്സിൻ അട്രിബ്യൂട്ട് ഉപയോഗിച്ച് ഫിക്സ്ഡ് ആസറ്റുകൾക്ക് കസ്റ്റം അട്രിബ്യൂട്ടുകൾ സൃഷ്ടിക്കാം. ഇവ ഫിക്സ്ഡ് ആസറ്റ് മൊഡ്യൂളിൽ ഉപയോഗിക്കുന്നവയാണ്. ഇത് വിശദമായി വേറെയായി വിശദീകരിക്കും. അടുത്തത് അറ്റം മാസ്റ്റർ അട്രിബ്യൂട്ട് ആണ്. നിങ്ങളുടെ അറ്റം മാസ്റ്ററിൽ ഡിഫോൾട്ടായി ഇല്ലാത്ത അധിക ഫീൽഡുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ 5 കസ്റ്റം അട്രിബ്യൂട്ടുകൾ വരെ സൃഷ്ടിക്കാം. ഇതുപോലെ തന്നെ ഈ സബ്ഐറ്റം മാസ്റ്റർ അട്രിബ്യൂട്ട് ഇന്നും ബാധകമാണ്. നിങ്ങളുടെ സബ്ഐറ്റങ്ങൾക്കായി കസ്റ്റം ഫീൽഡുകൾ ചേർക്കാം.
അവസാനമായി സർവീസ് ഈ വിഭാഗമുണ്ട്. നിങ്ങൾ സർവീസുകൾ നൽകുകയും കസ്റ്റമർമാർക്ക് സർവീസ് കാർഡുകൾ നൽകുകയും ചെയ്യുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കോൺഫിഗറേഷനുകളും ഇവിടെ ലഭ്യമാണ്. സർവീസ് നൽകിയ തീയതി രേഖപ്പെടുത്താൻ ഇൻപുട്ട് സർവീസ് ഡേറ്റ് പോലുള്ള ഓപ്ഷനുകളും സർവീസ് എവിടെ നടത്തിയെന്നത് ട്രാക്ക് ചെയ്യാൻ ഈ സർവീസ് ലൊക്കേഷൻ പോലുള്ള ഓപ്ഷനുകളും നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. അടുത്തത് വിവരണങ്ങളാണ്. നിങ്ങളുടെ സർവീസ് കാർഡിൽ വിവരണങ്ങൾ ചേർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവ ഇവിടെ സൃഷ്ടിക്കാം. 5 വ്യത്യസ്ത വിവരണ ഓപ്ഷനുകൾ ഇവിടെ ലഭ്യമാണ്. പ്രധാനപ്പെട്ടത്, നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുകയോ ഡാറ്റ നൽകുകയോ ചെയ്താൽ എപ്പോഴും സേവ് ക്ലിക്ക് ചെയ്യണം. സേവ് ചെയ്യുന്നത് നിർബന്ധമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മാറ്റങ്ങൾ സൂക്ഷിക്കപ്പെടില്ല. പുതിയ ഐറ്റങ്ങൾ സൃഷ്ടിക്കൽ. പുതിയ ഐറ്റങ്ങൾ സൃഷ്ടിക്കാൻ ആദ്യം ഇൻവെന്ററിയിലേക്ക് പോകുക, തുടർന്ന് ഐറ്റം മാസ്റ്റർ തിരഞ്ഞെടുക്കുക. ആ സ്ക്രീനിൽ ക്രിയേറ്റ് ന്യൂ ഐറ്റം എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ 4 വ്യത്യസ്ത ഓപ്ഷനുകൾ പ്രത്യക്ഷപ്പെടും. ഇൻവെന്ററി നിങ്ങൾ വിൽക്കാനും ലാഭം നേടാനും വാങ്ങുന്ന ഭൗതിക ഉൽപ്പന്നങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഐറ്റങ്ങൾക്കായി നിങ്ങൾ സ്റ്റോക്ക് നിലനിർത്തേണ്ടതുണ്ട്, കൂടാതെ ഇവ നിങ്ങളുടെ സാമ്പത്തിക റിപ്പോർട്ടുകളിൽ സ്വാധീനം ചെലുത്തും. നോൺ ഇൻവെന്ററി നിങ്ങൾ വാങ്ങുന്ന പക്ഷേ ലാഭത്തിനായി വിൽക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇവ. ഉദാഹരണത്തിന്, നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, പ്രിന്ററുകൾ എന്നിവ നോൺ ഇൻവെന്ററി ഐറ്റങ്ങളാണ്. സർവീസ്. നിങ്ങൾ സേവനങ്ങൾ നൽകുകയും അതിനായി ബിൽ തയ്യാറാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇവിടെ സർവീസ് ഐറ്റങ്ങൾ സൃഷ്ടിക്കാം. ബണ്ടിൽ. ബണ്ടിൽ എന്നത് ഒന്നിച്ചു കൂട്ടിയിട്ടുള്ള ഐറ്റങ്ങളുടെ ഒരു സെറ്റാണ്. ഇതിൽ ഇൻവെന്ററി, നോൺ ഇൻവെന്ററി അല്ലെങ്കിൽ സർവീസുകൾ ഉൾപ്പെടാം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു സ്റ്റേഷനറി അല്ലെങ്കിൽ പുസ്തകശാല ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ട പുസ്തകങ്ങൾ വിൽക്കാം, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിനുള്ള ഗണിതം, സയൻസ്, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളിലെ പുസ്തകങ്ങളുടെ ഒരു ബണ്ടിൽ വിൽക്കാം. ബണ്ടിൽ തിരഞ്ഞെടുക്കുമ്പോൾ ആ പുസ്തകങ്ങൾ എല്ലാം സ്വയമേവ ഐറ്റം ലിസ്റ്റിൽ ഉൾപ്പെടും. ഐറ്റം സൃഷ്ടി ഫോമിന്റെ വിശദാംശങ്ങൾ. ഐറ്റത്തിന്റെ തരം തിരഞ്ഞെടുക്കുന്നതിനു ശേഷം നിങ്ങൾ ഐറ്റത്തിന്റെ വിശദാംശങ്ങൾ നൽകണം. ഐറ്റം ഇമേജ്. നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ ഒരു ചിത്രം ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഐച്ഛികം. പേര്. ഐറ്റത്തിന്റെ പേര് നൽകുക. കോഡ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഐറ്റത്തിനായി ഒരു യുണീക്ക് കോഡ് നൽകുക. നിങ്ങൾ ഇത് ഒഴിവാക്കിയാൽ അലൈൻ ബുക്സ് സ്വയമേവ ഒരു കോഡ് സൃഷ്ടിക്കും. അണ്ടർ ഗ്രൂപ്പ്. നിങ്ങളുടെ ഇൻവെന്ററി ഗ്രൂപ്പുകളായി ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അനുയോജ്യമായ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, ഒരു ഗ്രോസറി സ്റ്റോറിൽ നിങ്ങൾക്ക് ഗ്രോസറി, വ്യക്തിഗത ശുചിത്വം, സ്റ്റേഷനറി, ഹൗസ് ഹോൾഡ് ഐറ്റങ്ങൾ തുടങ്ങിയ ഗ്രൂപ്പുകൾ ഉണ്ടാകാം. ഒരു ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുന്നത് ഐറ്റങ്ങൾ എളുപ്പത്തിൽ ഫിൽട്ടർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സഹായിക്കും. വിഭാഗം. നിങ്ങൾ ഐറ്റങ്ങൾ വിഭാഗീകരിച്ചാൽ അനുയോജ്യമായ വിഭാഗം തിരഞ്ഞെടുക്കുക. ബ്രാൻഡ്. നിങ്ങൾ ബ്രാൻഡ് അടിസ്ഥാനത്തിൽ ഇൻവെന്ററി സൂക്ഷിക്കുന്നുവെങ്കിൽ ഇവിടെ ബ്രാൻഡ് തിരഞ്ഞെടുക്കുക. ഒരു പുതിയ ബ്രാൻഡ് സൃഷ്ടിക്കാൻ ബ്രാൻഡ് ഡ്രോപ്പ് ഡൗണിന് സമീപമുള്ള പ്ലസ് ചിഹ്നം ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ടൈപ്പ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, കൺസ്യൂമബിൾ, റോ മെറ്റീരിയൽ, പാക്കിംഗ് മെറ്റീരിയൽ, സ്ക്രാപ്പ്, സെമിഫിനിഷ്ഡ്, ട്രേഡ് ഗുഡ്, ഇറക്കുമതി ആസ്തി, വിലക്ക് ഉള്ള സർവീസ്, അല്ലെങ്കിൽ ശതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഐറ്റം എന്നിവ പോലുള്ള ഓപ്ഷനുകളിൽ നിന്ന് ഉൽപ്പന്നത്തിന്റെ തരം തിരഞ്ഞെടുക്കുക. യൂണിറ്റ്. നിങ്ങൾ സ്റ്റോക്ക് യൂണിറ്റുകൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്ന് തിരഞ്ഞെടുക്കുക. സ്റ്റോക്ക് യൂണിറ്റ്, സ്റ്റോക്ക് പാക്ക് യൂണിറ്റ്, അല്ലെങ്കിൽ സ്റ്റോക്ക് പാക്ക് യൂണിറ്റ്. ഉദാഹരണത്തിന്, നിങ്ങൾ സ്റ്റോക്ക് പാക്ക് യൂണിറ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 2 യൂണിറ്റുകൾ നൽകേണ്ടിവരും. പീസുകളും കിലോഗ്രാമുകളോ. 1 കിലോഗ്രാമിൽ 12 പീസുകൾ ഉണ്ടെങ്കിൽ 12 എന്ന് നൽകുക. ബാർകോഡ്. നിങ്ങളുടെ ഉൽപ്പന്നത്തിന് ബാർകോഡ് ഉണ്ടെങ്കിൽ അത് ഇവിടെ നൽകുക. ഓട്ടോ ബാർകോഡ്, സീരിയൽ പ്രിഫിക്സ്. പ്രയോഗയോഗ്യമായാൽ ഓട്ടോ ജനറേറ്റഡ് ബാർകോഡ് അല്ലെങ്കിൽ സീരിയൽ പ്രിഫിക്സ് വിശദാംശങ്ങൾ ഇവിടെ നൽകുക. പാക്കറ്റ് ബാർകോഡ്. പാക്കറ്റിന് ബാർകോഡ് ബാധകമാണെങ്കിൽ അത് ഇവിടെ നൽകുക. സബ്ഐറ്റം. നിങ്ങളുടെ ഉൽപ്പന്നം സബ്ഐറ്റങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് ഘടകങ്ങൾ അല്ലെങ്കിൽ വകഭേദങ്ങൾ, ഈ ഓപ്ഷൻ പ്രവർത്തനക്ഷമമാക്കുക. അല്ലെങ്കിൽ ഇത് ഓഫായിരിക്കട്ടെ. GST ഇൻപുട്ട് ലഭ്യമല്ല. ബിസിനസ് ഉപയോഗത്തിനല്ലാത്ത ഒരു ഐറ്റം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന്റെ ഇൻപുട്ട് GST നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ GST ഇൻപുട്ട് ലഭ്യമല്ല എന്നത് ഓൺ ചെയ്യുക. അതുവഴി ഈ ഐറ്റത്തിലെ GST നിങ്ങളുടെ GST റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തില്ല. ബാർകോഡ് പ്രിന്റിംഗ്. ഈ ഐറ്റത്തിനായി ബാർകോഡ് പ്രിന്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിന്റ് ബാർകോഡ് ഓപ്ഷൻ പ്രവർത്തനക്ഷമമാക്കുക. GST ക്ലാസിഫിക്കേഷൻ, HSN അല്ലെങ്കിൽ SAC. HSN കോഡുകൾ ഭൗതിക വസ്തുക്കൾക്കായുള്ളവയാണ്. SAC കോഡുകൾ സേവനങ്ങൾക്കായുള്ളവയാണ്.
നിങ്ങളുടെ ഉൽപ്പന്നത്തിനോ സേവനത്തിനോ അനുയോജ്യമായ HSN അല്ലെങ്കിൽ SSC കോഡ് നൽകുകയും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ടാക്സ് കോഡ് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. ഇൻവോയ്സ് ഇവേ ബിൽ വിവരണം. നിങ്ങളുടെ ഇൻവോയ്സിലോ ഇവേ ബില്ലിലോ വ്യത്യസ്തമായ ഒരു വിവരണം കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ വിവരണം ഇവിടെ നൽകുക. വിൽപ്പന വിശദാംശങ്ങൾ. വിവരണം. അറ്റം നാമത്തേക്കാൾ വ്യത്യസ്തമായ വിൽപ്പന വിവരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഇവിടെ നൽകുക. വിൽപ്പന ജനറൽ ലെഡ്ജർ. ഈ അറ്റത്തിന്റെ വിൽപ്പന പോസ്റ്റ് ചെയ്യേണ്ട അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. വിലനിർണ്ണയ ഓപ്ഷനുകൾ. നിങ്ങൾക്ക് വില സംബന്ധിച്ച വിശദാംശങ്ങൾ ഇവിടെ നൽകാം. ഉദാഹരണത്തിന് MRP, പരമാവധി റീറ്റെയിൽ വില, കുറഞ്ഞ വില, വിൽപ്പന നിരക്ക്, ഹോൾസെയിൽ നിരക്ക്, ഡീലർ നിരക്ക്, നിരക്ക് ഘടകം, ഡിസ്കൗണ്ട് എന്നിവ. ഈ വിലകൾ ഇവിടെ നൽകുകയാണെങ്കിൽ അവ വിൽപ്പനയിലും വാങ്ങൽ ഇൻവോയ്സുകളിലും പ്രതിഫലിപ്പിക്കാം, അല്ലെങ്കിൽ പിന്നീട് നേരിട്ട് ഇൻവോയ്സുകളിൽ നൽകാനും കഴിയും. പരിഗണിക്കാവുന്ന അറ്റങ്ങൾ. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ബന്ധപ്പെട്ട അറ്റങ്ങൾ നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശിച്ച് വിൽപ്പന വർദ്ധിപ്പിക്കാം. ഉദാഹരണം, ഒരു ഉപഭോക്താവ് ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പവർ ബാങ്ക്, ചാർജർ, എയർപോർട്സ് പോലുള്ള ആക്സസറികൾ നിർദ്ദേശിക്കാം. ഇത്തരത്തിലുള്ള ബന്ധപ്പെട്ട അറ്റങ്ങൾ ഇവിടെ നൽകുക, അതിനാൽ വിൽപ്പന സമയത്ത് അവ നിർദ്ദേശങ്ങളായി പ്രത്യക്ഷപ്പെടും. വാങ്ങൽ വിശദാംശങ്ങൾ. വിവരണം. വ്യത്യസ്തമായ ഒരു വാങ്ങൽ വിവരണം ആവശ്യമെങ്കിൽ നൽകുക. വാങ്ങൽ നിരക്ക്. നിങ്ങൾ ഈ അറ്റത്തിന് നൽകുന്ന നിരക്ക് ഇവിടെ നൽകുക. മാർക്കപ്പ്. വ്യത്യസ്ത ഉപഭോക്തൃ വിഭാഗങ്ങൾക്ക്, ഉദാഹരണത്തിന് റീറ്റെയിലർ, ഡീലർ, ഹോൾസെയിലർ എന്നിവർക്കായി നിങ്ങൾക്ക് മാർക്കപ്പ് ശതമാനങ്ങൾ സജ്ജമാക്കാം. ഉദാഹരണം, നിങ്ങൾ റീറ്റെയിലർമാർക്ക് 25% മാർക്കപ്പ് നിശ്ചയിച്ചാൽ നിങ്ങളുടെ വാങ്ങൽ വില 200 ആണെങ്കിൽ റീറ്റെയിൽ വില സ്വയമേവ 200ലും 25% ചേർത്ത് കണക്കാക്കപ്പെടും. നിങ്ങൾ ഒരു ഉപഭോക്തൃ പ്രൊഫൈൽ സൃഷ്ടിച്ച് അവരെ റീറ്റെയിലർ ആയി അടയാളപ്പെടുത്തുമ്പോൾ ഈ മാർക്കപ്പ് അനുസരിച്ച് വിൽപ്പന നിരക്ക് സ്വയമേവ ക്രമീകരിക്കും. ഇൻവെന്ററി ക്രമീകരണങ്ങൾ. അറ്റം വർക്ക് ഫ്ലോ. നിങ്ങളുടെ ബിസിനസ് പിന്തുടരുന്ന വർക്ക് ഫ്ലോ തിരഞ്ഞെടുക്കുക. മിക്ക ബിസിനസ്സുകൾക്കും റെഗുലർ ഗാർമെന്റ് ഫാഷൻ. നിങ്ങൾ ഗാർമെന്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വസ്ത്രത്തിന്റെ വലിപ്പം, നിറം, ലിംഗം എന്നിവയുൾപ്പെടെയുള്ള അധിക ഓപ്ഷനുകൾ അറ്റം കസ്റ്റമൈസ് ചെയ്യാൻ പ്രത്യക്ഷപ്പെടും. ജുവല്ലറി ബിസിനസ്സുകൾക്കും പ്രത്യേക വർക്ക് ഫ്ലോകൾ ഉണ്ടാകാം. മിനിമം ലെവൽ. നിങ്ങൾക്ക് അറ്റം വീണ്ടും ഓർഡർ ചെയ്യാൻ അറിയിപ്പ് ലഭിക്കേണ്ട കുറഞ്ഞ സ്റ്റോക്ക് നില സജ്ജമാക്കുക. മാക്സിമം ലെവൽ. അധിക സ്റ്റോക്ക് ഒഴിവാക്കാൻ, പ്രത്യേകിച്ച് പെട്ടെന്ന് നശിക്കുന്നതോ പരിമിതമായ സ്റ്റോക്ക് ഉള്ളതോ ആയ അറ്റങ്ങൾക്കായി പരമാവധി സ്റ്റോക്ക് നില സജ്ജമാക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ മിനിമം ലെവൽ 10 ആയി സജ്ജമാക്കിയാൽ നിങ്ങളുടെ സ്റ്റോക്ക് 10ലോ അതിൽ താഴെയോ എത്തുമ്പോൾ സിസ്റ്റം വീണ്ടും ഓർഡർ ചെയ്യാൻ നിങ്ങളെ അറിയിക്കും. അതുവഴി സ്റ്റോക്ക് തീരുന്നത് ഒഴിവാക്കാം. ഒരു ഉപഭോക്താവ് 4 അറ്റങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്കിൽ 2 മാത്രമേ ഉള്ളൂ എന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. നിങ്ങളുടെ ബിസിനസ് വാറന്റികൾ നൽകുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മൊബൈലുകളിലും ഇലക്ട്രോണിക്സിലും, വാങ്ങലിനും വിൽപ്പനയ്ക്കും വാറന്റി കാലാവധി മാസങ്ങളിൽ നൽകാം. ഓരോ അറ്റത്തിനും വാറന്റി എത്രകാലം നിലനിൽക്കും എന്നത് ട്രാക്ക് ചെയ്യാൻ ഇത് സഹായിക്കും. കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ഇൻവെന്ററി റാക്കുകളിൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അറ്റത്തിനും റാക്ക് അല്ലെങ്കിൽ ബിൻ നമ്പർ നൽകാം. ഉദാഹരണത്തിന്, ഒരു ഫാർമസി ബിസിനസ്സിൽ റാക്ക് ബിൻ നൽകുന്നത് മരുന്ന് ജോണ്ടേതൽ ഏത് റാക്കിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കാണിച്ച് അതിവേഗം കണ്ടെത്താൻ സഹായിക്കും. ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പോലുള്ള നിർമ്മാണവും കാലഹരണപ്പെടലും ട്രാക്ക് ചെയ്യേണ്ട ബിസിനസ്സുകൾക്ക് ബാച്ച് അടിസ്ഥാനത്തിലുള്ള ഇൻവെന്ററി ഓൺ ചെയ്യാം. അതോടൊപ്പം ബാച്ച് അടിസ്ഥാനത്തിലുള്ള നിരക്ക് സജ്ജമാക്കണം. അതുവഴി ഓരോ ബാച്ചിനും വില നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങളുടെ ബിസിനസ് മരുന്നുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡ്രഗ് ടൈപ്പ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അതിനെ റെഗുലർ എന്ന നിലയിൽ തന്നെ വിടാം. ചിലപ്പോഴൊക്കെ ഒരു അറ്റം സ്റ്റോക്കിൽ ഇല്ലെങ്കിൽ അതിനു പകരം മറ്റൊരു അറ്റം നിർദ്ദേശിക്കേണ്ടി വരാം. ഇവിടെയാണ് സാർട്ട് ഓപ്ഷൻ ഉപകാരപ്രദമാകുന്നത്. ഉദാഹരണത്തിന്, തലവേദനയ്ക്ക് മരുന്ന് ലഭ്യമല്ലെങ്കിൽ സിസ്റ്റം പകരം ഉപയോഗിക്കാവുന്ന മരുന്ന് നിർദ്ദേശിക്കും. നിങ്ങൾക്ക് സ്റ്റോക്ക് അറ്റങ്ങൾ സീരിയൽ നമ്പർ വഴി ട്രാക്ക് ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് മൊബൈൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ബിസിനസ്സുകളിൽ സാധാരണമായതുപോലെ സീരിയൽ ട്രാക്കിംഗ് ഓൺ ചെയ്യാം. ഒരു അറ്റത്തിനായി ഒരു റേറ്റ് മാത്രം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നിലധികം MRP നിരക്കുകൾ ഒഴിവാക്കാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. നിങ്ങളുടെ സിസ്റ്റം കോൺഫിഗറേഷനിൽ നിങ്ങൾ ഏതെങ്കിലും കസ്റ്റം ഫീൽഡുകൾ അല്ലെങ്കിൽ അറ്റം മാസ്റ്റർ അട്രിബ്യൂട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവ ഇവിടെ കാണിക്കും. അതിനാൽ ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാം. കൈയോടെ നിരവധി അറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് ബുദ്ധിമുട്ടായതിനാൽ ബൾക്ക് ഇമ്പോർട്ട് ഫീച്ചർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു എക്സൽ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ അറ്റം ഡാറ്റ അതിൽ പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യാം.
അങ്ങനെ എല്ലാ അറ്റങ്ങളും സ്വയമേവ സൃഷ്ടിക്കാം. മറ്റൊരു സഹായകരമായ ഫീച്ചർ പിക്ക് ആൻഡ് പാക്ക് ആണ്. ഇത് ഫാർമസികൾ പോലുള്ള ബിസിനസ്സുകൾക്ക് വളരെ ഉപകാരപ്രദമാണ്, കാരണം ഉപഭോക്താക്കൾക്ക് പതിവായി ഒരേ സെറ്റ് ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ടാകാറുണ്ട്. നിങ്ങൾ ഒരു പിക്ക് ആൻഡ് പാക്ക് ലിസ്റ്റ്, ഉദാഹരണത്തിന് ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെയുള്ളത്, ഉപഭോക്താവിന് ആവശ്യമായ എല്ലാ അറ്റങ്ങളും ഉൾപ്പെടുത്തി സൃഷ്ടിക്കും. പിന്നെ അവർ വാങ്ങുമ്പോൾ ആ ലിസ്റ്റ് തിരഞ്ഞെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ അറ്റങ്ങളും ഇൻവോയ്സിൽ സ്വയമേവ ചേർക്കപ്പെടും. നിങ്ങൾ ജനറിക് ആയ ഏത് ഉപഭോക്താവും ഉപയോഗിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉപഭോക്താവിന് നിശ്ചയിച്ച പാർട്ടി ബേസ്ഡ് ആയ പിക്ക് ആൻഡ് പാക്ക് ലിസ്റ്റുകൾ സൃഷ്ടിക്കാം. ചിലപ്പോഴുകൾ നിങ്ങൾക്ക് വളരെ സാമ്യമുള്ള, ചെറിയ വ്യത്യാസം മാത്രമുള്ള പല അറ്റങ്ങളും ഉണ്ടാകാം. ഉദാഹരണത്തിന് പെയിന്റ് കളറുകൾ. ഓരോന്നും വേറിട്ട അറ്റമായി സൃഷ്ടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു പ്രധാന അറ്റം സൃഷ്ടിച്ച് അതിന് കീഴിൽ ഓരോ വകഭേദത്തിനും സബ് അറ്റങ്ങൾ ചേർക്കാം. ഇത് മാനേജ് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കുന്നു. അവസാനമായി, നിങ്ങളുടെ ഇൻവെന്ററി കൃത്യമായി നിലനിർത്താൻ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ യഥാർത്ഥ സ്റ്റോക്കും തവിര ഷെൽഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശരിയാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾ കണക്കാക്കുമ്പോൾ സിസ്റ്റത്തിൽ കാണിക്കുന്നതിലേക്കാൾ കുറവ് അറ്റങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ഷെൽഡിൽ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്ത് അത് ശരിയാക്കാം. അതുപോലെ കൂടുതൽ കണ്ടാൽ സ്റ്റോക്ക് റിസീവ് ചെയ്ത് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് യഥാർത്ഥ സ്റ്റോക്കിൽ ഉള്ളതിലേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ദവിര ഷെൽഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇൻവെന്ററി ശരിയാക്കാൻ ഞാൻ ഉൽപ്പന്നം ഇഷ്യൂ ചെയ്യും. അതിന്റെ വിപരീതമായി, ദവിര ഷെൽഡിൽ കുറവ് ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉണ്ടാകൂ. യഥാർത്ഥ സ്റ്റോക്കിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ഉൽപ്പന്നങ്ങൾ റിസീവ് ചെയ്യും. പ്രക്രിയ വളരെ ലളിതമാണ്. ആദ്യം നാം ഉൽപ്പന്നം തിരഞ്ഞെടുക്കുന്നു. പിന്നീട് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. സ്റ്റോക്ക് റിസീവ് ചെയ്യണമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഉൽപ്പന്നത്തിനുള്ള ബാച്ച് നമ്പർ തിരഞ്ഞെടുക്കുകയും പിന്നീട് ഇഷ്യൂ ചെയ്യണോ റിസീവ് ചെയ്യണോ എന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യണം. എല്ലാം കഴിഞ്ഞാൽ എൻട്രി സേവ് ചെയ്യാം. ഇതാണ് സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ രീതി. അടുത്തത് മെറ്റീരിയൽ ഇഷ്യൂ എന്ന ഫീച്ചറാണ്. ഉദാഹരണത്തിന്, ഞാൻ ഒരു സെയിൽ നടത്തുന്നു. അതിൽ ഉപഭോക്താക്കൾ 4 എണ്ണം വാങ്ങുമ്പോൾ ഒരു പീസ് സൗജന്യമായി ലഭിക്കും. സൗജന്യ ഉൽപ്പന്നങ്ങൾക്ക് ഞാൻ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ ഇൻവോയ്സ് സൃഷ്ടിക്കാൻ കഴിയില്ലാത്തതിനാൽ എന്റെ സ്റ്റോക്ക് അതനുസരിച്ച് ക്രമീകരിക്കാൻ ഞാൻ മെറ്റീരിയൽ ഇഷ്യൂ ഉപയോഗിക്കുന്നു. ഇവിടെ ഞാൻ എന്റെ ഇൻവെന്ററിയിൽ നിന്ന് സൗജന്യ മെറ്റീരിയലുകൾ ഇഷ്യൂ ചെയ്യാം. ആരാണ് ഇത് സ്വീകരിച്ചതെന്ന് പോലുള്ള റിമാർക്കുകൾ ചേർക്കാം. ഉൽപ്പന്നം ഇഷ്യൂ ചെയ്യുന്നതിനു മുമ്പ് എല്ലാ ബന്ധപ്പെട്ട വിവരങ്ങളും പൂരിപ്പിക്കാം. ഇതുപോലെ തന്നെ മെറ്റീരിയൽ റിസീറ്റ് എന്നതുമുണ്ട്. എനിക്ക് ഇൻവോയ്സ് ഇല്ലാതെ ചില സൗജന്യ ഉൽപ്പന്നങ്ങൾ ലഭിച്ചാൽ എന്റെ സ്റ്റോക്ക് റെക്കോർഡുകൾ ക്രമീകരിക്കാൻ അവ ഇവിടെ എൻട്രി ചെയ്യാം. അതിനുശേഷം ഫിസിക്കൽ സ്റ്റോക്ക് ടേക്കിംഗ് ഉണ്ട്. ഇത് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഇൻവെന്ററിയുടെ ഓഡിറ്റ് റിപ്പോർട്ടാണ്. നിങ്ങൾ ഫിസിക്കൽ സ്റ്റോക്ക് ഓഡിറ്റ് നടത്തുമ്പോഴൊക്കെ പ്രത്യേക തീയതികളിൽ സ്റ്റോക്ക് നില നിരീക്ഷിക്കാൻ ഡാറ്റ ഇവിടെ എൻട്രി ചെയ്യാം. ഇത് സ്ഥിരമായ ഇൻവെന്ററി പരിശോധനയ്ക്കും ഓഡിറ്റിങ്ങിനും സഹായിക്കുന്നു. അതിനുശേഷം ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ വരുന്നു. പല ബ്രാഞ്ചുകളുള്ള സ്ഥാപനങ്ങൾ വ്യത്യസ്ത സ്റ്റോക്കുകൾ നിലനിർത്തുമ്പോൾ ഇത് ഉപകാരപ്രദമാണ്. ഉദാഹരണത്തിന്, ഒരു ബ്രാഞ്ചിൽ ഉള്ള സ്റ്റോക്ക് മറ്റൊരു ബ്രാഞ്ചിലേക്ക് മാറ്റേണ്ടി വരുമെങ്കിൽ എന്റെ സ്വന്തം ബ്രാഞ്ചുകൾക്കിടയിൽ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ കഴിയില്ലാത്തതിനാൽ ഞാൻ ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ ഉപയോഗിക്കുന്നു. ആദ്യം ഉൽപ്പന്നം ആവശ്യമുള്ള ബ്രാഞ്ചിൽ നിന്ന് ഞാൻ ഒരു ഇന്റർ ബ്രാഞ്ച് ഇഷ്യൂ റിക്വസ്റ്റ് ഉയർത്തുന്നു. ഉദാഹരണത്തിന്, ഞാൻ മുംബൈ ബ്രാഞ്ചിലാണെങ്കിൽ ചെന്നൈ ബ്രാഞ്ചിൽ നിന്ന് 100 വാട്ടർ ബോട്ടിലുകൾ വേണമെങ്കിൽ ഞാൻ ഒരു റിക്വസ്റ്റ് സൃഷ്ടിച്ച് സേവ് ചെയ്യുന്നു. അടുത്തതായി ചെന്നൈ ബ്രാഞ്ച് ഈ റിക്വസ്റ്റ് കാണുകയും ഒരു ഇന്റർ ബ്രാഞ്ച് ഇഷ്യൂ സൃഷ്ടിച്ച് സ്റ്റോക്ക് മുംബൈയിലേക്ക് അയക്കുകയും ചെയ്യും. അവർ റിക്വസ്റ്റ് പുൾ ചെയ്ത് തീയതി, നികുതി വിവരങ്ങൾ എന്നിവ നൽകുകയും സേവ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഉൽപ്പന്നങ്ങൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആയി മാർക്ക് ചെയ്യപ്പെടുന്നു. ഷിപ്മെന്റ് മുംബൈയിൽ എത്തുമ്പോൾ ഞാൻ ഇന്റർ ബ്രാഞ്ച് റിസീറ്റ് സെക്ഷനിലേക്ക് പോയി റിസീറ്റ് നമ്പർ, നികുതി, പോസ്റ്റിംഗ് ജിഎൽ തുടങ്ങിയ റിസീറ്റ് വിവരങ്ങൾ നൽകുന്നു. എന്താണ് അയച്ചതെന്ന് സ്ഥിരീകരിക്കാൻ ഞാൻ ഇന്റർ ബ്രാഞ്ച് ഇഷ്യൂയിൽ നിന്ന് വിവരങ്ങൾ പുൾ ചെയ്യാം. സ്ഥിരീകരിച്ച് സേവ് ചെയ്ത ശേഷം റിസീറ്റ് പൂർത്തിയാകുന്നു. ട്രാൻസ്ഫറും സമ്പൂർണ്ണമാവുന്നു. അതിനാൽ സംഗ്രഹമായി പറയുമ്പോൾ, നിങ്ങൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു, മറ്റൊരു ബ്രാഞ്ച് അവ ഇഷ്യൂ ചെയ്യുന്നു, പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷനിൽ ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ച് ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ പ്രക്രിയ പൂർത്തിയാക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനുള്ളിൽ സ്മൂത്തായി മെറ്റീരിയലുകൾ ഇഷ്യൂ ചെയ്യാനും സ്വീകരിക്കാനും കഴിയും. ഇപ്പോൾ എല്ലാ കോൺഫിഗറേഷൻ വിഭാഗങ്ങൾ. നിങ്ങൾ ആവശ്യമായ പേജിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ലോഡഡ് ഡാറ്റ വിഭാഗത്തിലേക്ക് പോകണം. ഈ കോൺഫിഗറേഷൻ ഫീൽഡുകൾ എല്ലായിടത്തും ഒരുപോലെയാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം ഇവ സജ്ജീകരിക്കാം. ആദ്യം ജനരിത ഹെഡ്മിക്കോദാണ്. ഇവിടെ നിങ്ങൾക്ക് എലരിത ഹെഡ്മികത ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാം. നനിയത ഹെഡ്മിക്കോദിനേക്കാൾ കൂടുതലുള്ള അളവുകൾ അനുവദിക്കേണ്ടതില്ലെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് പ്രവർത്തനക്ഷമമാക്കാം. അതിനുശേഷം നിങ്ങൾക്ക് മറ്റിടങ്ങളിൽ നിന്ന് ഡോക്യുമെന്റുകൾ എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം.
ലരതോ ഹാന കേഗ്രായതെ ജേത ജറ്റ്മിഗോർ അല്ലെങ്കിൽ സഹദോ ഹാന കേഗായതെ ദൈത ലരോ അരണ യൈബര എന്നിങ്ങനെയാണ് ഓപ്ഷനുകൾ. നിങ്ങളുടെ പ്രോസസ്സിന് അനുയോജ്യമായ ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിനുശേഷം ദലിയുത ഹെഡ്മിക്കുതന്റെ ജെയ്തത് എസ് ഇവിടെ നൽകാം. അതിനുശേഷം നിങ്ങളുടെ ഹെഡത് നേരിടുന്നത് സാധാരണ ജമിത ആണോ ദലിയുത ഹെഡ്മിക്കുത അടിസ്ഥാനമാക്കിയോ എന്നത് അനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അടുത്തത് ദ്രോലൻ ദദംഡ യോധകൃത റേതൻ ആണ്. നിങ്ങൾക്ക് ജർമ്മനകൃത റേതാനെ ഉപയോഗിക്കേണ്ടതില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യൂ. അതിനുശേഷം ദലിയുത ഹെഡ്മികത ദേശനീയ അഗ്രാനവും ലഭ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരത തരം തിരഞ്ഞെടുക്കാം. അതിനുശേഷം തബ്രോരോ ഹെൽത്ത് അരത ആണ്. നിങ്ങൾക്ക് അനുവദിക്കേണ്ട ഹലർ തരം ധാരാളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഡേക്കേഴ്സിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ഇൻവോയ്സ് നമ്പർ ഒരു ന്യൂമറിക് സീരീസ് തിരഞ്ഞെടുക്കുന്നതിലൂടെ സ്വയമേവ സൃഷ്ടിക്കണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ ആയി നൽകണമോ എന്നത് തീരുമാനിക്കാം. നമ്പറിംഗ് ഓരോ വർഷവും ഓരോ മാസവും അല്ലെങ്കിൽ ഒരിക്കലും റീസെറ്റ് ചെയ്യേണ്ടതാണോ എന്നതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇൻവോയ്സ് നമ്പറിന് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു നേലേറെ സെറ്റ് ചെയ്യാം. ഇത് സ്വയമേവയോ അല്ലെങ്കിൽ മാനുവലായോ ആകാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഇൻവോയ്സ് നമ്പർ എങ്ങനെ വേർതിരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. /, അല്ലെങ്കിൽ യാതൊരു സെപ്പറേറ്ററും ഇല്ലാതെ. അവസാനമായി നിങ്ങളുടെ ഇൻവോയ്സ് നമ്പറിൽ എത്ര അക്കങ്ങൾ വേണമെന്ന് നിങ്ങൾ സെറ്റ് ചെയ്യാം. അടുത്തത് ഡെഡ്രമാക്കൽ വിഭാഗമാണ്. സെയിൽസ്, പർച്ചേസ് മോഡ്യൂളുകളിൽ നിങ്ങൾ കണ്ടതുപോലെ ഇവിടെ ഇമെയിലുകൾ അല്ലെങ്കിൽ വാട്സാപ്പ് സന്ദേശങ്ങൾ എങ്ങനെ അയക്കണമെന്ന് നിങ്ങൾക്ക് ക്രമീകരിക്കാം. പ്രക്രിയ അതേപോലെയാണ്. അതിനുശേഷം ആണ്. ഡോക്യുമെന്റുകൾക്ക് അംഗീകാരം ആവശ്യമാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. ആവശ്യമെങ്കിൽ അത് സിംഗിൾ ലെവലോ ലെവലോ അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയുള്ള അംഗീകാരമോ ആകാം. ഈ എല്ലാ കോൺഫിഗറേഷനുകളും എളുപ്പത്തിൽ ഇറക്കുമതി ചെയ്യാവുന്നതാണ്. നിങ്ങൾ സാരിയ വിഭാഗത്തിൽ നിന്ന് ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് വിശദാംശങ്ങൾ പൂരിപ്പിച്ച് അത് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻവോയ്സ് വിശദാംശങ്ങൾ ആരെങ്കിലും അയക്കണമെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്യുകയോ നേരിട്ട് ഇവിടെ നിന്ന് മെയിൽ അയക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഡെറ്ററിലേക്ക് നീങ്ങാം. എന്നത് എന്താണ്? ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു നിർമ്മാണ ബിസിനസ് ഉണ്ടെന്ന് കരുതൂ. ഉദാഹരണത്തിന് ഓട്ടോമൊബൈൽ നിർമ്മാണം. നിങ്ങൾ ബാറ്ററികൾ ഒഴികെ എല്ലാം ഇൻഹൗസിൽ നിർമ്മിക്കുന്നു. ബാറ്ററികൾ നിങ്ങൾ ഒരു വെണ്ടറിന് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. വെല്ലുവിളി ഒരു വെണ്ടറിന് നൽകുന്ന പ്രക്രിയയാണ് എന്ന് വിളിക്കുന്നത്. ഈ വിഭാഗത്തിൽ ആദ്യ ഘട്ടം ഡെറ്റർ നിരക്ക് സജ്ജമാക്കുന്നതാണ്. നിങ്ങൾ പ്രോസസിന്റെ പേര്, ഫിനിഷ്ഡ് ഐറ്റം, നിരക്ക് എന്നിവ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം കോഡനുള്ള കണ്ണിൽ വരുന്നു. സൗജന്യ ഉൽപ്പന്നങ്ങൾക്കോ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റുകൾക്കോ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ അതിനായി വെണ്ടറിന് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത്. നിങ്ങൾ വെണ്ടർ, ബ്രാഞ്ച്, ഇഷ്യൂ തീയതി, പ്രോസസ് നാമം, പ്രോസസ് നിരക്ക്, ഇത് പുതിയതാണോ റീവർക്ക് ആണോ, റഫറൻസ് നമ്പർ, തീയതി എന്നിവ തിരഞ്ഞെടുക്കണം. നിങ്ങൾ ബാർകോഡ് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ മാനുവലായി തിരഞ്ഞെടുക്കുന്നതിലൂടെ അറ്റങ്ങൾ നൽകാം. തിരഞ്ഞെടുക്കുന്നതിന് ശേഷം ജോബിനായി വെണ്ടറിന് ഇഷ്യൂ ചെയ്ത മെറ്റീരിയലുകളുടെ വിശദാംശങ്ങൾ നിങ്ങൾ സേവ് ചെയ്യാം. അടുത്തത് കഴിഞ്ഞ കറണ്ട് ജോണിച്ചമാണ്. ചിലപ്പോഴൊക്കെ വെണ്ടർ തീർത്ത ഉൽപ്പന്നത്തോടൊപ്പം അധിക മെറ്റീരിയലുകളോ ഉപയോഗിക്കാത്ത മെറ്റീരിയലുകളോ തിരികെ നൽകാറുണ്ട്. ഈ തിരികെ നൽകലുകൾ ഇവിടെ എൻ്റർ ചെയ്യുന്നു. നിങ്ങൾ വെണ്ടർ, ബ്രാഞ്ച്, റിസീറ്റ് തീയതി, റിസീറ്റ് നമ്പർ, പ്രോസസ്, ഇത് പുതിയതാണോ റീവർക്ക് ആണോ, അതും ബന്ധപ്പെട്ട ഇഷ്യൂ നമ്പറുമായി ലിങ്ക് ചെയ്യണം. എല്ലാ വിശദാംശങ്ങളും നൽകുന്നതിന് ശേഷം നിങ്ങൾ റിസീറ്റ് സേവ് ചെയ്യാം. അങ്ങനെ മൊത്തത്തിൽ ഫ്ലോ ഇങ്ങനെയാണ്. ആദ്യം നിങ്ങൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റും തീയതിയും ഉൾപ്പെടുത്തി പ്രോസസ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ആവശ്യമായ മെറ്റീരിയലുകൾ വെണ്ടറിന് ഇഷ്യൂ ചെയ്യുന്നു. ഒടുവിൽ തിരികെ ലഭിക്കുന്ന മെറ്റീരിയലുകൾ കമ്മ്യൂണിക്കേഷൻ ബോർഡിനെ വഴി എൻ്റർ ചെയ്യുന്നു. നിങ്ങൾക്ക് റിസീറ്റ് വിശദാംശങ്ങൾ നേരിട്ട് തടത്തിൽ നിന്ന് പോലും പുൾ ചെയ്യാൻ കഴിയും. ശരി, ജോബ് വർക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തതിനു ശേഷം ഇനി നാം ആരംഭിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ജോബ് വർക്കിനായി മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തതിനു ശേഷം സാധാരണയായി അത് തിരികെ ലഭിക്കും. ചിലപ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി, ചിലപ്പോൾ വെറും മെറ്റീരിയൽ റിട്ടേൺസ് ആയി. ഫിനിഷ്ഡ് ഗുഡ്സിനൊപ്പം വെണ്ടർ നമുക്ക് ഒരു ഇൻവോയ്സ് അയക്കും. ഇത് ഒരു പർച്ചേസ് ഇൻവോയ്സിനോട് സമാനമായാണ് പരിഗണിക്കുന്നത്. അത് എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ സെക്ഷനിലേക്ക് പോകണം. പിന്നെ സാധാരണ പർച്ചേസ് ഇൻവോയ്സ് എൻ്റർ ചെയ്യുന്നതുപോലെ തന്നെ ഇത് എൻ്റർ ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് തരം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്, അതായത് ഇത് കാഷ് പർച്ചേസ് ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ എന്ന്. ബ്രാഞ്ച് തിരഞ്ഞെടുക്കുക, വെണ്ടർ തിരഞ്ഞെടുക്കുക, ഇമെയിൽ എൻ്റർ ചെയ്യുക.
കറൻസി കൺവേർഷൻ ഉണ്ടെങ്കിൽ കറൻസി തിരഞ്ഞെടുക്കുക, പിന്നെ കൺവർഷൻ ഡേറ്റ് ചേർക്കുക. അടുത്തതായി ഈ ഇൻവോയ്സ് ഏത് പ്രോസസ്സുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തിരഞ്ഞെടുക്കുക. ഇനി ഇൻവോയ്സ് തീയതിയും ജോബ് വർക്ക് ഇൻവോയ്സ് നമ്പറും പൂരിപ്പിക്കുക. ഇവിടെ ഒരു ചെറിയ ടിപ്പ് പറയാം. നിങ്ങൾക്ക് നമ്പറിംഗ് ഫോർമാറ്റ് മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ രജിസ്റ്ററിലേക്ക് പോയി അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു റഫറൻസ് നമ്പർ അല്ലെങ്കിൽ റഫറൻസ് തീയതി ഉണ്ടെങ്കിൽ അത് കൂടി ചേർക്കൂ. ട്രാൻസാക്ഷനിൽ ഒരു ഏജന്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏജന്റിന്റെ പേര് തിരഞ്ഞെടുക്കാം. അതിനുശേഷം ഈ ഇൻവോയ്സിലെ ടാക്സ് ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ എന്ന് തിരഞ്ഞെടുക്കുക. ബില്ലിംഗ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും സജ്ജമാക്കുക. പേയ്മെന്റ് ടേംസ് ഉണ്ടെങ്കിൽ അവ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഒരു സഹായകമായ കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഉൽപ്പന്നത്തിന് ബാർകോഡ് ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ കവലേറ്റ് കോഡിനെ ഖത്രയിൽ നിന്ന് വിശദാംശങ്ങൾ നേരിട്ട് എടുക്കാം. അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ അറ്റങ്ങൾ തിരഞ്ഞെടുക്കും, നിങ്ങൾക്ക് ലഭിച്ച ഫൈനൽ ഉൽപ്പന്നം ചേർക്കും, പിന്നെ യൂണിറ്റ്, ക്വാണ്ടിറ്റി, റേറ്റ് തുടങ്ങിയ അറ്റം വിശദാംശങ്ങൾ നൽകും. ഇവയെല്ലാം പൂർത്തിയാക്കിയ ശേഷം അത് സേവ് ചെയ്യൂ. കൂടാതെ മറക്കരുത്, നിങ്ങൾക്ക് വെണ്ടറിന്റെ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യാൻ അറ്റാച്ച്മെന്റ് ഓപ്ഷനുമുണ്ട്. അങ്ങനെ പിന്നീട് അത് കണ്ടെത്തേണ്ടി വന്നാൽ അത് നേരിട്ട് അവിടെയുണ്ട്. ഫയലുകളിൽ തിരയേണ്ട ആവശ്യമില്ല. ഇനി ബ്രോക്കറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ദംദ് അല്ലെങ്കിൽ മറ്റ് അധിക ചാർജുകൾ ഉണ്ടെങ്കിൽ അവ പർച്ചേസ് അട്രിബ്യൂട്ടുകൾ ഉപയോഗിച്ച് ചേർക്കാം. അത് ബാധകമാണെങ്കിൽ അതിന്റെ വിശദാംശങ്ങളും നിങ്ങൾ നൽകാം. ലോജിസ്റ്റിക്സ് വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ വേണമെങ്കിൽ അതിനായി ഒരു സെക്ഷനും നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാം ശരിയായി സെറ്റ് ചെയ്താൽ സേവ് അമർത്തുക. നിങ്ങളുടെ ജോബ് വർക്ക് ഔട്ട്വേഡ് ഇൻവോയ്സ് തയ്യാറാക്കും. ഇപ്പോൾ നിങ്ങൾ പ്രക്രിയ പൂർത്തിയാക്കി. ജോബ് വർക്ക് വില നിശ്ചയിച്ചു, മെറ്റീരിയൽ പുറത്തുവിട്ടു, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് സ്വീകരിച്ചു, ഇൻവോയ്സ് ലഭിച്ചു, അതും സിസ്റ്റത്തിൽ എൻട്രി ചെയ്തു. ഇനി പേയ്മെന്റ് ചെയ്യേണ്ടതായാൽ അത് പേയ്മെന്റ് ബിൽ സെക്ഷനിലൂടെയാണ് ചെയ്യുന്നത്. ഇത് പർച്ചേസ് മോഡ്യൂൾ പാക്കേജിന്റെ ഭാഗമാണ്. ഇപ്പോൾ നമുക്ക് ജോബ് വർക്ക് ഇൻവേഡിലേക്ക് കടക്കാം. ഇവിടെ ഒരു വ്യത്യസ്തമായ സാഹചര്യമാണ്. നിങ്ങൾ ബാറ്ററികൾ നിർമ്മിക്കുന്നില്ലെന്ന് കരുതുക, പക്ഷേ ബ്രേക്കുകൾ നിർമ്മിക്കുന്നു. ഇപ്പോൾ ബ്രേക്കുകൾ നിർമ്മിക്കാത്ത ഒരാൾ തന്റെ റോ മെറ്റീരിയൽ നിങ്ങൾക്ക് നൽകുകയും അതിൽ നിന്ന് ബ്രേക്കുകൾ നിർമ്മിച്ചു തരാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇത് ഒരു ജോബ് വർക്ക് ഇൻവേഡ് പ്രക്രിയയാണ്. ഇവിടെ ആദ്യത്തെ ഘട്ടം ഔട്ട്വേഡ് ജോബ് വർക്ക് പോലെ തന്നെ ജോബ് വർക്ക് ഇൻവേഡ് നിരക്ക് നിർവചിക്കുകയാണ്. അതിനാൽ നിങ്ങൾ പ്രോസസ്, ഫിനിഷ്ഡ് ആറ്റം, നിരക്ക് എന്നിവ സെറ്റ് ചെയ്യും. അതിനുശേഷം ജോബ് വർക്ക് മെറ്റീരിയൽ റിസീപ്റ്റിലേക്ക് പോകുക. ഇവിടെയാണ് നിങ്ങൾക്ക് കസ്റ്റമറിൽ നിന്ന് റോ മെറ്റീരിയൽ ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾ കസ്റ്റമറുടെ പേര് തിരഞ്ഞെടുക്കും, റിസീപ്റ്റ് തീയതി നൽകും, ഏത് പ്രോസസ്സിനാണ് ഇത് എന്നത് തിരഞ്ഞെടുക്കും, പ്രോസസ് നിരക്ക് തിരഞ്ഞെടുക്കും, ഇത് ഫ്രഷാണോ റീവർക്കാണോ എന്ന് വ്യക്തമാക്കും, തുടർന്ന് റഫറൻസ് നമ്പറും റഫറൻസ് തീയതിയും നൽകും. പാർട്ടി, ഷിപ്പിംഗ് അഡ്രസ് എന്നിവയും ഔട്ട്വേഡ് ജോബ് വർക്ക് സ്ക്രീനിൽ പോലെ തന്നെ അറ്റം വിശദാംശങ്ങളും ചേർക്കുക. എല്ലാം പൂരിപ്പിച്ച ശേഷം സേവ് അമർത്തുക. അങ്ങനെ ജോബ് വർക്ക് മെറ്റീരിയൽ റിസീപ്റ്റ് റെക്കോർഡ് ചെയ്യപ്പെടും. ഇപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ സ്വീകരിച്ച ശേഷം ഉൽപ്പന്നം നിർമ്മിക്കാൻ തുടരും. അത് കഴിഞ്ഞാൽ നിങ്ങൾ നിർമ്മിച്ച ഉൽപ്പന്നവും ശേഷിച്ച റോ മെറ്റീരിയലും വീണ്ടും കസ്റ്റമറിലേക്ക് അയക്കും. അത് ചെയ്യാൻ നിങ്ങൾ ജോബ് വർക്കിൽ നിന്ന് മെറ്റീരിയൽ ഇഷ്യൂവിലേക്ക് പോകണം. ഇവിടെയും നിങ്ങൾ ബ്രാഞ്ച് തിരഞ്ഞെടുക്കുകയും കസ്റ്റമറെ തിരഞ്ഞെടുക്കുകയും ഇഷ്യൂ തീയതിയും ഇഷ്യൂ നമ്പറും നൽകുകയും പ്രോസസ് തിരഞ്ഞെടുക്കുകയും ഇത് ഫ്രഷ് ആണോ റീവർക്ക് ആണോ എന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യണം. ഫൈനൽ ഇഷ്യൂ വ്യക്തമാക്കുക. റഫറൻസ് നമ്പറും റഫറൻസ് തീയതിയും ചേർക്കുക. നിങ്ങൾ തിരികെ നൽകുന്ന അറ്റങ്ങൾ തിരഞ്ഞെടുക്കുക. എല്ലാം കഴിഞ്ഞാൽ സേവ് അമർത്തുക. ഇങ്ങനെയാണ് എബിറ്ററിൽ ജോബ് വർക്ക് ഇൻവേഡ് ഔട്ട്വേഡ് പ്രോസസ്സുകൾ മാനേജ് ചെയ്യുന്നത്. റേറ്റ് സജ്ജമാക്കുന്നതിൽ നിന്ന് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുകയും സ്വീകരിക്കുകയും ഇൻവോയ്സുകൾ എൻ്റർ ചെയ്യുകയും എല്ലാം ഘട്ടം ഘട്ടമായി ട്രാക്ക് ചെയ്യുന്നതുവരെ. ശരി, അതിനുശേഷം നാം കസ്റ്റമറിന് ഒരു ഇൻവോയ്സ് റിലീസ് ചെയ്യാൻ പോകുന്നു. അതിനായി നാം ഇൻവെന്ററി ജോബ് വർക്ക് ഇൻവേഡ് ഇൻവോയ്സ് എന്നതിലേക്ക് പോകും. ഇത് അടിസ്ഥാനപരമായി ഒരു സെയിൽസ് ഇൻവോയ്സ് ആണ്, കാരണം നാം അവരുടെ ജോബ് വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനാൽ നാം അവർക്കായി ഒരു സർവീസ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുകയാണ്.
അതിനാൽ ആദ്യം ചെയ്യേണ്ടത് നാം തരം തിരഞ്ഞെടുക്കും, അതായത് കാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന്. അതിനുശേഷം ഈ ഇൻവോയ്സ് ഏത് ബ്രാഞ്ചിൽ നിന്നാണ് ഉയർത്തുന്നത് എന്ന് ബ്രാഞ്ച് തിരഞ്ഞെടുക്കും. അതിനുശേഷം കസ്റ്റമറെ തിരഞ്ഞെടുക്കുക, ഇമെയിൽ നൽകുക, വ്യത്യസ്തമായ കറൻസിയാണെങ്കിൽ കറൻസി, കൺവേർഷൻ ഡേറ്റ് എന്നിവ തിരഞ്ഞെടുക്കുക. പിന്നെ ഈ ഇൻവോയ്സ് ഏത് പ്രോസസ്സിനാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് തിരഞ്ഞെടുക്കുക. അടുത്തത് തീയതിയും തുടർന്ന് ജോബ് വർക്ക് ഇൻവോയ്സ് നമ്പറും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ സെഗ്മെന്റിൽ പറഞ്ഞതുപോലെ ഇൻവോയ്സ് നമ്പർ മാറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എപ്പോഴും കോൺഫിഗറേഷൻ നമ്പറിംഗിലേക്ക് പോയി അവിടെ നിന്ന് അത് അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം റഫറൻസ് നമ്പർ, റഫറൻസ് തീയതി എന്നിവയും ഏജന്റ് അല്ലെങ്കിൽ സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ അവരെയും ഇവിടെ തിരഞ്ഞെടുക്കാം. ഇൻവോയ്സ് ടാക്സ് ഉൾപ്പെടുന്നതാണോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതാണോ എന്നത് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഭാഗം വരും. നിങ്ങൾ ജോബ് വർക്ക് ഇഷ്യൂയിൽ നിന്ന് ഡാറ്റ പുൾ ചെയ്യും. അതിനാൽ അടിസ്ഥാനപരമായി നാം പുറത്തേക്ക് അയച്ച എല്ലാ മെറ്റീരിയലുകളും നാം പ്രവർത്തിച്ച ഫിനിഷ്ഡ് ഉൽപ്പന്നങ്ങളും അവയെല്ലാം നേരിട്ട് ജോബ് വർക്ക് ഇഷ്യൂയിൽ നിന്ന് പുൾ ചെയ്യാം. കസ്റ്റമറെ തിരഞ്ഞെടുക്കുമ്പോൾ ജോബ് വർക്ക് ഇഷ്യൂയിൽ നിന്ന് പുൾ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ നിന്ന് ബന്ധപ്പെട്ട അറ്റങ്ങൾ തിരഞ്ഞെടുക്കുകയും OK ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞാൽ സേവ് ചെയ്യൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻവോയ്സ് റെഡി. നിങ്ങൾക്ക് ഈ ഇൻവോയ്സ് ഇമെയിൽ, ഡെപ്പ് കൂടാതെ നിങ്ങൾ പെയ്ഡ് പ്ലാനിൽ ആണെങ്കിൽ പെരിധന വഴിയും അയക്കാൻ കഴിയും. സർവീസ് ജോബ് കാർഡ്. ശരി, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇൻവെന്ററിയിൽ സർവീസ് ജോബ് കാർഡുണ്ട്. അപ്പോൾ സർവീസ് ജോബ് കാർഡ് എന്നത് എന്താണ്? ഞാൻ ഇത് വിശദീകരിക്കാം. ഇത് അടിസ്ഥാനപരമായി സർവീസ് അടിസ്ഥാനമാക്കിയുള്ള വ്യവസായങ്ങളിൽ സർവീസ് അല്ലെങ്കിൽ റിപ്പയർ ജോലികൾ മാനേജ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റാണ്. ഇതിൽ സാധാരണയായി ജോലിയുടെ വിവരണം, ഉപഭോക്താവിന്റെ വിവരങ്ങൾ, നിയോഗിച്ച ടെക്നീഷ്യൻ, ആവശ്യമായ ഭാഗങ്ങൾ, സർവീസ് ചാർജുകൾ, കൂടാതെ തീർച്ചയായും പൂർത്തീകരണ നില എന്നിവ ഉൾപ്പെടുന്നു. ഞാൻ ഒരു ചെറിയ ഉദാഹരണം നൽകാം. ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ സർവീസ് ജോബ് കാർഡിൽ ആവശ്യമായ റിപ്പയറുകൾ, ഉപയോഗിച്ച സ്പെയർ പാർട്സ്, മൊത്തം ബില്ലിംഗ് എന്നിവയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടും. ഇത് സുതാര്യതയും സുഗമമായ പ്രവൃത്തി പ്രവാഹവും ഉറപ്പാക്കുന്നു. അപ്പോൾ നാം ഇത് എങ്ങനെ സൃഷ്ടിക്കും? നാം സർവീസ് ജോബ് കാർഡിലേക്ക് പോകും. ആദ്യ സെക്ഷനിൽ വിശദാംശങ്ങൾ നൽകാൻ തുടങ്ങും. ആദ്യം ബ്രാഞ്ച് തിരഞ്ഞെടുക്കുക, പിന്നെ കസ്റ്റമറെ തിരഞ്ഞെടുക്കുക. ഈ കാർഡിന് ഒരു മാനേജറെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും തിരഞ്ഞെടുക്കാം. അടുത്തതായി നാം സർവീസ് അറ്റം തിരഞ്ഞെടുക്കും. ഉദാഹരണത്തിന് കസ്റ്റമർ സി, ശർമ്മ മാനേജർ സി, വർമ്മ സർവീസ് അറ്റം ബ്രേക്ക് റിപ്പയർ എന്നാണ് കരുതുക. അവയൊക്കെ അനുയോജ്യമായി തിരഞ്ഞെടുക്കുക. അതിനുശേഷം ജോബ് കാർഡ് നമ്പർ, ജോബ് കാർഡ് തീയതി, ഒരു റഫറൻസ് നമ്പർ, റഫറൻസ് തീയതി എന്നിവയുണ്ട്. നമുക്ക് ഒരു കണക്കാക്കിയ തുകകളുടെ വിഭാഗവുമുണ്ട്. ഉദാഹരണത്തിന് ഭാഗങ്ങൾക്കായി 3000 ഇന്ത്യൻ രൂപയും ലേബർ ചാർജിനായി 3000 ഇന്ത്യൻ രൂപയും ഞാൻ കണക്കാക്കിയിട്ടുണ്ട് എന്ന് പറയാം. അത് ഇവിടെ നൽകുക. അടുത്തതായി ഡെലിവറി തീയതി നൽകണം. ഉദാഹരണത്തിന് വൈകിട്ട് 4 മണി. ഒരു സെയിൽസ്മാനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും തിരഞ്ഞെടുക്കാം. ജോലി പൂർത്തിയായാൽ ഇവിടെ തന്നെ അത് ക്ലോസ് ചെയ്തതായി അടയാളപ്പെടുത്താം. ലഭിച്ച അക്സറികൾ, അറ്റം വിവരണം, റിപ്പോർട്ട് ചെയ്ത പ്രശ്നം, അറ്റത്തിന്റെ നില എന്നിവയും നൽകാം. ഇപ്പോൾ അറ്റം ലിസ്റ്റ് വരുന്നു. ഇവയാണ് ചെയ്യേണ്ട അല്ലെങ്കിൽ മാറ്റേണ്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ. നിങ്ങൾ അവ ഇവിടെ നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ അറ്റത്തിന്റെ മൂല്യം, നികുതി, ഇൻഷുറൻസ്, പാർക്കിംഗ് ചാർജുകൾ, മറ്റ് എല്ലാ കാര്യങ്ങളും കണക്കാക്കപ്പെടും. ജോബ് കാർഡുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഹാർഡ് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അത് മതി. ജോബ് കാർഡ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നു. ജോബ് കാർഡിനായി മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യാം. ഇപ്പോൾ ജോബ് കാർഡ് സൃഷ്ടിച്ച ശേഷം നാം ജോബ് കാർഡിനായി മെറ്റീരിയൽ ഇഷ്യൂ എന്നതിലേക്ക് പോകും. ജോലിക്കായി ആവശ്യമുള്ള സ്പെയർ പാർട്സ് അല്ലെങ്കിൽ മെറ്റീരിയലുകൾ ഇവിടെ നിങ്ങൾ വ്യക്തമാക്കും. ഇവിടെ ആദ്യം നിങ്ങൾ ജോബ് കാർഡ് നമ്പർ, ഇഷ്യൂ തീയതി, റഫറൻസ് തീയതി എന്നിവ തിരഞ്ഞെടുക്കണം. നിങ്ങൾ ജോബ് കാർഡ് തിരഞ്ഞെടുക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്ത പ്രശ്നം, അറ്റം വിശദാംശങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഓട്ടോഫിൽ ചെയ്യും. അതിനുശേഷം ആ ജോലിക്ക് ആവശ്യമായ അറ്റം തിരഞ്ഞെടുക്കുകയും സേവ് ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. അതിനാൽ അടിസ്ഥാനത്തിൽ ജോലിക്കായി ആവശ്യമായ മെറ്റീരിയലുകൾ ഇവിടെ നിങ്ങൾ ഇഷ്യൂ ചെയ്യുകയാണ്. ജോബ് കാർഡിനായി മെറ്റീരിയൽ റിസീറ്റ്. ഇപ്പോൾ നാം ഒരു ഭാഗം, ഉദാഹരണത്തിന് 120 കോയിൽ ഇഷ്യൂ ചെയ്തുവെന്ന് കരുതൂ, പക്ഷേ ടെക്നീഷ്യൻ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത്തരം സാഹചര്യത്തിൽ നാം ജോബ് കാർഡിനായി മെറ്റീരിയൽ റിസീവ് ചെയ്തതിലേക്ക് പോകും.
വീണ്ടും ജോബ് കാർഡ് തിരഞ്ഞെടുക്കുക, അതിന്റെ എല്ലാ വിശദാംശങ്ങളും കാണിക്കും. പിന്നീട് തിരികെ നൽകുന്ന അറ്റവും അളവും തിരഞ്ഞെടുക്കുക, ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഉപയോഗിക്കാത്ത മെറ്റീരിയലുകൾ നിങ്ങളുടെ ഇൻവെന്ററിയിലേക്ക് തിരികെ വരും. ജോബ് കാർഡിനായി ഇൻവോയ്സ്. ജോലി പൂർത്തിയായ ശേഷം ഉപയോഗിച്ച ഭാഗങ്ങൾ അന്തിമമായാൽ നാം ജോബ് കാർഡിനായി ഇൻവോയ്സിലേക്ക് പോകും. ഇവിടെ നാം അന്തിമ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നു. ആദ്യം ഇത് ഇൻവോയ്സ് ആണോ, ടാക്സിലാണോ, കാഷിലാണോ, ക്രെഡിറ്റിലാണോ എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. പിന്നീട് ബ്രാഞ്ചും ജോബ് കാർഡ് നമ്പറും തിരഞ്ഞെടുക്കണം. ജോബ് കാർഡ് തിരഞ്ഞെടുക്കുമ്പോൾ കസ്റ്റമർ, അറ്റങ്ങൾ, സെയിൽസ്മാൻ, വില വിഭാഗം എന്നിവയുൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സ്വയമേവ പ്രത്യക്ഷപ്പെടും. നിങ്ങൾക്ക് ശേഷം കോഡ്, ടാക്സ് എന്നിവ പരിശോധിക്കാം. എല്ലാം ശരിയാണെന്ന് തോന്നിയാൽ സേവ് ചെയ്യുക. അത് മതി. ഇപ്പോൾ ആ പ്രത്യേക സർവീസ് ജോബ് കാർഡിനായി ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തിരിക്കുന്നു. ശരി, അതിനുശേഷം നാം ജോബ് കാർഡ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരുന്നു. ഇവിടെ ഇത് വളരെ ലളിതമാണ്. നമുക്ക് ബ്രാഞ്ച്, ക്വിക്ക് പീരിയഡ് എന്നിവ തിരഞ്ഞെടുക്കുകയും ക്ലോഷർ തീയതി സജ്ജമാക്കുകയും ചെയ്യേണ്ടതാണ്. അടിസ്ഥാനത്തിൽ ഏത് തീയതിയിൽ നിന്ന് ഏത് തീയതി വരെയാണ് നാം ക്ലോസ് ചെയ്യുന്നത് എന്നതാണ് ഇത്. അത് ചെയ്താൽ ആ കാലയളവിലെ എല്ലാ ജോബ് കാർഡുകളും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. അവയിൽ നിന്ന് ക്ലോസ് ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കുക, സേവ് ചെയ്യുക. അതോടെ ആ ജോബ് കാർഡ് ഔദ്യോഗികമായി ക്ലോസ് ചെയ്തതായി കണക്കാക്കാം. അതിനാൽ ദേഴ്റിൽ ഒരു പ്രത്യേക ജോബ് കാർഡ് ക്ലോസ് ചെയ്യുന്നത് എത്ര എളുപ്പമാണെന്ന് ഇതാണ്. ഇപ്പോൾ മുന്നോട്ട് പോവാം. ഇൻവെന്ററി മോഡ്യൂളിൽ നാം ഇതിനകം തന്നെ വളരെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇൻവെന്ററിയുടെ കോൺഫിഗറേഷൻ, അറ്റം മാസ്റ്റർ, പിക്ക് ആൻഡ് പാക്ക്, സബറ്റം, സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ്, മെറ്റീരിയൽ ഇഷ്യൂ, മെറ്റീരിയൽ റിസീറ്റ്, ഫിസിക്കൽ സ്റ്റോക്ക് റിക്കൺസിലിയേഷൻ, ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫറുകൾ, ജോബ് വർക്ക് ഔട്ട്വേഡ്, ജോബ് വർക്ക് ഇൻവേഡ്, കൂടാതെ സർവീസ് ജോബ് കാർഡ് എന്നിവയിലൂടെ നാം കടന്നുപോയിട്ടുണ്ട്. അടുത്തതായി റിപ്പോർട്ടുകളെക്കുറിച്ച് സംസാരിക്കാം. സത്യത്തിൽ ദേഴ്റിൽ ബിസിനസ് മാനേജ്മെന്റ് വളരെ എളുപ്പമാക്കുന്ന നിരവധി റിപ്പോർട്ടുകളുണ്ട്. ഈ റിപ്പോർട്ടുകൾ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇൻവെന്ററി മോഡ്യൂളിൽ ലഭ്യമായ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നാം റിപ്പോർട്ടുകളിലേക്ക് പോകും, പിന്നെ ജോന്റേത് ക്ലിക്ക് ചെയ്യും. ഇവിടെ ഇൻവെന്ററി റിപ്പോർട്ടുകൾക്കായി ഒരു പ്രത്യേക വിഭാഗം നിങ്ങൾക്ക് കാണാം. ജോന്റേത് എന്നതിലേക്ക് പോവുക. അതിനിടയിൽ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ആദ്യം നോക്കേണ്ടത് പ്രൈമറി സ്റ്റോക്ക് റിപ്പോർട്ടാണ്. ഇതിൽ അറ്റം മാസ്റ്റർ, സബ് അറ്റം മാസ്റ്റർ, ബണ്ടിൽ വിശദാംശങ്ങളോട് കൂടിയ അറ്റം മാസ്റ്റർ തുടങ്ങിയ വ്യൂകൾ ഉൾപ്പെടുന്നു. അടിസ്ഥാനത്തിൽ അറ്റം മാസ്റ്ററിൽ നിങ്ങൾ ആ അറ്റം സൃഷ്ടിക്കുമ്പോൾ പൂരിപ്പിച്ച എല്ലാ വിവരങ്ങളും, ഉദാഹരണത്തിന് അറ്റം നാമം, കോഡ്, ഗ്രൂപ്പ്, വിഭാഗം, മറ്റ് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. സബ് അറ്റം മാസ്റ്ററും ബണ്ടിൽ വിശദാംശങ്ങളും ഇതേപോലെയാണ്. അതിനുശേഷം നാം സ്റ്റോക്ക് ലെഡ്ജറിലേക്ക് വരുന്നു. ഈ വിഭാഗത്തിൽ സ്റ്റോക്ക് ഡേ ബുക്ക്, സ്റ്റോക്ക് ലെഡ്ജർ, സബ് അറ്റമൈസ് സ്റ്റോക്ക് ലെഡ്ജർ, ഡെയിലി അറ്റം മൂവ്മെന്റ്, മന്ത്ലി അറ്റം മൂവ്മെന്റ് തുടങ്ങിയ ഓപ്ഷനുകൾ ഉൾപ്പെടുന്നു. ആദ്യം സ്റ്റോക്ക് ലെഡ്ജർ എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? നാം സ്റ്റോക്ക് ഡേ ബുക്കിൽ നിന്ന് തുടങ്ങാം. ഇത് ഒരു പ്രത്യേക ദിവസത്തെ സ്റ്റോക്ക് മൂവ്മെന്റ് നിങ്ങൾക്ക് കാണിക്കും. എന്താണ് വന്നത്, എന്താണ് പോയത്, എല്ലാം. അതിനുശേഷം പ്രധാന സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ട്. ഇവിടെയാണ് രസകരമായ ഭാഗം. നിങ്ങൾക്ക് വിവിധ ഫിൽറ്ററുകൾ പ്രയോഗിക്കാനാകും. നിങ്ങൾക്ക് ക്വിക്ക് പീരിയഡ് തിരഞ്ഞെടുക്കാം, സീറോ ട്രാൻസാക്ഷനുകൾ ഒഴിവാക്കണോ എന്ന് തിരഞ്ഞെടുക്കാം, ബ്രാഞ്ച്, അറ്റം ഗ്രൂപ്പ്, വ്യക്തിഗത അറ്റം എന്നിവയും തിരഞ്ഞെടുക്കാം. എല്ലാം ഫിൽറ്ററുകൾ പ്രയോഗിച്ച് വ്യൂ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ തിരഞ്ഞെടുത്ത തീയതി പരിധിയിൽ അടിസ്ഥാനമാക്കി ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, ഇഷ്യൂ ക്വാണ്ടിറ്റി, റിസീറ്റ് ക്വാണ്ടിറ്റി എന്നിവ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കും. ഇനി നിങ്ങൾക്ക് കൂടുതൽ വിശദമായി നോക്കണമെങ്കിൽ സ്റ്റോക്ക് ലെഡ്ജർ സബറ്റം വൈസ് പരിശോധിക്കാം. നിങ്ങൾ സബറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഉൽപ്പന്നത്തിന് പല വകഭേദങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമാണ്. ഓരോ സബറ്റത്തിന്റെ സ്റ്റോക്ക് പ്രവർത്തനവും നിങ്ങൾക്ക് പ്രത്യേകം കാണാം. റിപ്പോർട്ടുകളിൽ ഈ വിശദമായ കാഴ്ച ലഭിക്കാനാണ് സബറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പ്രധാന കാരണം. അടുത്തത് ഡെയിലി അറ്റം മൂവ്മെന്റ് ആണ്. ഒരു പ്രത്യേക അറ്റം ദിവസേന എങ്ങനെ നീങ്ങുന്നു എന്നതാണ് ഇതിൽ കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മാസവൈദ്യമായ അറ്റം മൂവ്മെന്റ് റിപ്പോർട്ട് ഉണ്ട്. ഇത് മാസം പ്രതി സംഗ്രഹം നൽകുന്നു. അതിനുശേഷം നമുക്ക് സ്റ്റോക്ക് ട്രയൽ റിപ്പോർട്ടുകൾ ഉണ്ട്. ഇവ പല തരങ്ങളായി വിഭജിച്ചിരിക്കുന്നു.
അതിനാൽ നമുക്ക് സ്റ്റോക്ക് ട്രെയിൽ സബറ്റം വൈസ്, സ്റ്റോക്ക് ട്രെയിൽ ട്രാൻസാക്ഷൻ ടൈപ്പ് വൈസ്, സ്റ്റോക്ക് ട്രെയിൽ ലൊക്കേഷൻ അല്ലെങ്കിൽ വെയർഹൌസ് വൈസ്, കൂടാതെ സ്റ്റോക്ക് ട്രെയിലിന്റെ ഗ്രിഡ് വ്യൂ പതിപ്പുമുണ്ട്. അതിനാൽ നിങ്ങൾ സ്റ്റോക്ക് ട്രെയിൽ റിപ്പോർട്ട് തുറന്ന് നിങ്ങളുടെ ഫിൽറ്ററുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക്, ലഭിച്ച അറ്റങ്ങൾ, പുറത്തുവിട്ട അറ്റങ്ങൾ, ഒടുവിൽ ക്ലോസിംഗ് ബാലൻസ് എന്നിവയും തിരഞ്ഞെടുക്കുന്ന കാലയളവിനായി വിശദമായി കാണാം. നിങ്ങൾ സ്റ്റോക്ക് ട്രെയിൽ സബറ്റം വൈസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഓരോ സബറ്റത്തിന്റെയും വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാം. അതിനാൽ ഒരു അറ്റം മാത്രം കാണുന്നതിനു പകരം, ഉദാഹരണത്തിന് എഡിറ്റ് D905, നിങ്ങൾക്ക് D905 ഓറഞ്ച്, D905 ബ്ലൂ, D905 ഗ്രീൻ കാണാം. ഇപ്പോൾ ട്രാൻസാക്ഷൻ ടൈപ്പ് വൈസ് സ്റ്റോക്ക് ട്രെയിൽ നിങ്ങൾക്ക് ഗഹനമായ വിശദീകരണം നൽകുന്നു. ഉദാഹരണത്തിന് D905 എന്ന അറ്റത്തിനായി എത്ര എണ്ണം വാങ്ങൽ ഇൻവോയ്സുകൾ വഴി ലഭിച്ചു, എത്ര എണ്ണം വിറ്റു, ഇൻവോയ്സ് സ്റ്റാറ്റസ് എന്താണ്, എവിടെയാണ് ഉപയോഗിച്ചത് എന്നിങ്ങനെ ഓരോ വിശദാംശവും ട്രാൻസാക്ഷൻ ടൈപ്പ് അനുസരിച്ച് ക്രമീകരിച്ചിട്ടുള്ളതായാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതിനുശേഷം ലൊക്കേഷൻ അല്ലെങ്കിൽ വെയർഹൌസ് അടിസ്ഥാനത്തിലുള്ള സ്റ്റോക്ക് ട്രെയിൽ ഉണ്ട്. ഇത് വിവിധ ബ്രാഞ്ചുകളിലോ വെയർഹൌസുകളിലോ സ്റ്റോക്ക് മൂവ്മെന്റ് താരതമ്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ചെന്നൈ ലൊക്കേഷനിൽ ഓപ്പണിംഗ് ബാലൻസ് 400 ആയിരുന്നു, ക്ലോസിംഗ് ബാലൻസ് കൂടി 400 ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട കാലയളവിൽ ഒരു ട്രാൻസാക്ഷനും നടന്നില്ലെന്ന് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ മറ്റ് ലൊക്കേഷനുകൾക്കായി അവയുടെ സ്റ്റോക്ക് പ്രവർത്തനവും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗ്രിഡ് വ്യൂ സാധാരണ റിപ്പോർട്ടിനോട് സമാനമായതാണെങ്കിലും വായിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ക്രമീകരിച്ച ഗ്രിഡ് ഫോർമാറ്റിലാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. അവസാനമായി മാസങ്ങളിലായി സ്റ്റോക്ക് ട്രെയിൽ കാണാനുള്ള ഓപ്ഷനുമുണ്ട്. വിവിധ മാസങ്ങളിലായി സ്റ്റോക്ക് ഡാറ്റ താരതമ്യം ചെയ്യാനും സമയത്തിനനുസരിച്ച് ഇൻവെന്ററി ലെവലുകൾ എങ്ങനെ മാറിയെന്ന് കാണാനും ഇത് വളരെ അനുയോജ്യമാണ്. അങ്ങനെ ദൈർഘ്യശ്രദ്ധയുള്ള വൈവിധ്യമാർന്ന ഇൻവെന്ററി റിപ്പോർട്ടുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇവ വിശദമായതും ഇഷ്ടാനുസൃതമാക്കാവുന്നതും ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ഉപകാരപ്രദവുമാണ്. ശരി, അതിനുശേഷം നാം വാലുവേഷൻ വിഭാഗത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ വാലുവേഷനിൽ പലതരം റിപ്പോർട്ടുകൾ ലഭ്യമാണ്. സ്റ്റോക്ക് വാലുവേഷൻ, ഖാൻ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റോക്ക് വാലുവേഷൻ, വിശദമായ സ്റ്റോക്ക് വാലുവേഷൻ, അവസാന വാങ്ങൽ നിരക്കിൽ സ്റ്റോക്ക് വാലുവേഷൻ, ബാങ്കിനുള്ള സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ്, അട്രിബ്യൂട്ട് അടിസ്ഥാനത്തിലുള്ള വാലുവേഷൻ, സബറ്റം അടിസ്ഥാനത്തിലുള്ള വാലുവേഷൻ, കൂടാതെ പുതിയ ഒരു സ്റ്റോക്ക് വാലുവേഷൻ റിപ്പോർട്ടും ഇതിലുണ്ട്. അപ്പോൾ ഇവയൊന്നൊന്നായി നമുക്ക് നോക്കാം. ആദ്യം സ്റ്റോക്ക് വാലുവേഷനാണ്. അടിസ്ഥാനത്തിൽ ഇത് നമ്മുടെ ബുക്സിൽ ഇപ്പോൾ ഉള്ള സ്റ്റോക്കിന്റെ മൂല്യം കാണിക്കുന്നു. നിങ്ങൾക്ക് എത്ര സ്റ്റോക്ക് ഉണ്ട്, അതിന്റെ നിരക്കും അളവുമനുസരിച്ച് ആ സ്റ്റോക്കിന്റെ മൊത്തം മൂല്യവും നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ഇൻവെന്ററിയുടെ മൂല്യം എത്രയാണെന്ന് നിങ്ങൾക്ക് വേഗത്തിൽ അറിയാൻ സഹായിക്കുന്ന ഒരു ക്വിക്ക് സ്നാപ്ഷോട്ടാണ് ഇത്. അതിനുശേഷം വരുന്നത് കറൻ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റോക്ക് വാലുവേഷനാണ്. ഇത് വളരെ നേരിയതും സുതാര്യവുമാണ്. നിങ്ങളുടെ വാങ്ങൽ വിലയോ ചെലവു വിലയോ അടിസ്ഥാനമാക്കി സ്റ്റോക്ക് മൂല്യം കാണുന്നതിന് പകരം നിങ്ങൾക്ക് ഇത് കട പ്രകാരമാണ് കാണാൻ കഴിയുന്നത്. അതിനാൽ നിങ്ങൾ റീറ്റെയിൽ മൂല്യങ്ങൾ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് അതിന് സഹായകരമാണ്. അടുത്തത് സ്റ്റോക്ക് വാലുവേഷൻ ഡീറ്റെയിൽ ആണ്. ഈ റിപ്പോർട്ടിൽ അറ്റം കോഡ്, ബാലൻസ്, ഏത് വൗച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ വിശദമായ ബ്രേക്ക് ഡൗണുകൾ നിങ്ങൾക്ക് കാണാം. ഉദാഹരണത്തിന് ആ അറ്റം ഒരു പർച്ചേസ് വൗച്ചറിലൂടെയോ സെയിൽസ് വൗച്ചറിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൂടെയോ വന്നതാണോ എന്നതും എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം സ്റ്റോക്ക് വാലുവേഷൻ ലാസ്റ്റ് പർച്ചേസ് റേറ്റിൽ കാണുന്നതാണ്. അതിനാൽ നിങ്ങൾ ഒരു അറ്റം അവസാനമായി വാങ്ങിയ ഡേറ്റിൽ അടിസ്ഥാനമാക്കി നിങ്ങളുടെ സ്റ്റോക്കിന്റെ മൂല്യം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശോധിക്കേണ്ട റിപ്പോർട്ട് ഇതാണ്. ബ്രാഞ്ച് നെയിം, അറ്റം കോഡ്, ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, ബന്ധപ്പെട്ട ഇൻവോയ്സ് ഡാറ്റ എന്നിവയും എല്ലാം വ്യക്തമായി ഇവിടെ കാണാം. അതിനുശേഷം ബാങ്കിനായി സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് എന്നൊരു വിഭാഗമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ബാങ്ക് നിങ്ങളിൽ നിന്ന് ഒരു സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് പ്രിവ്യൂ ചെയ്ത് ബാങ്കുമായി പങ്കിടാൻ സാധിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, വാലുവേഷൻ തുടങ്ങിയ എല്ലാ പ്രധാന വിവരങ്ങളും സുതാര്യമായ രീതിയിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാം സ്റ്റോക്ക് വാലുവേഷൻ അട്രിബ്യൂട്ട് വൈസ് എന്നതിലേക്ക് കടക്കുന്നു. സൈസ്, കളർ അല്ലെങ്കിൽ മറ്റ് കസ്റ്റം ഫീൽഡുകൾ പോലുള്ള അറ്റം അട്രിബ്യൂട്ടുകൾ ഉപയോഗിക്കുന്ന ബിസിനസ്സുകൾക്കായാണ് ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ അട്രിബ്യൂട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതനുസരിച്ച് സിസ്റ്റം സ്റ്റോക്ക് വാലുവേഷൻ വിഭജിച്ച് കാണിക്കും. അതിനുശേഷം സബറ്റം അടിസ്ഥാനത്തിലുള്ള സ്റ്റോക്ക് വാലുവേഷൻ എന്നതുമുണ്ട്. നിങ്ങൾ സബറ്റങ്ങളുമായി, ഉദാഹരണത്തിന് ഒരു ഉൽപ്പന്നത്തിന്റെ വിവിധ വകഭേദങ്ങളുമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അവയുടെ സ്റ്റോക്ക് വാലുവേഷൻ ഈ റിപ്പോർട്ടിൽ പ്രത്യേകം കാണാൻ കഴിയും.
ശരി, ഇനി നാം മെറ്റീരിയൽ ഇഷ്യൂ, റിസീറ്റ്, അഡ്ജസ്റ്റ്മെന്റ് എന്നിവയിലേക്ക് കടക്കാം. നാം ഇതിനകം തന്നെ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നതും സ്വീകരിക്കുന്നതും സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതും എങ്ങനെ ചെയ്യാമെന്ന് കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ എത്ര തവണ നടത്തി, എത്ര ക്വാണ്ടിറ്റി ഉൾപ്പെട്ടിരുന്നു എന്നതിന്റെ റിപ്പോർട്ട് കാണാൻ ആഗ്രഹിച്ചാൽ എങ്ങനെ? അതാണ് ഈ രജിസ്റ്ററുകൾ ഉപകാരപ്രദമാവുന്നത്. നാം മെറ്റീരിയൽ ഇഷ്യൂ രജിസ്റ്ററിൽ നിന്ന് തുടങ്ങാം. ഇവിടെ നിങ്ങൾ ഒരു കാലയളവിൽ, ഉദാഹരണത്തിന് ഒരു വർഷം മുഴുവൻ, എത്ര അറ്റങ്ങൾ ഇഷ്യൂ ചെയ്തുവെന്ന് ട്രാക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അറ്റത്തിന്റെ വിശദാംശങ്ങൾ, കോഡുകൾ, സബ് അറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവയും എത്ര പീസുകൾ ഇഷ്യൂ ചെയ്തുവെന്നും കാണാൻ കഴിയും. അതിനുശേഷം അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന റിസീറ്റ് രജിസ്റ്ററുമുണ്ട്. ഇത് നിങ്ങൾ ഓരോ അറ്റവും എത്ര യൂണിറ്റ് സ്വീകരിച്ചു, എപ്പോൾ സ്വീകരിച്ചു എന്നതും കാണിക്കുന്നു. അതിനുശേഷം നമുക്ക് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് രജിസ്റ്ററുമുണ്ട്. നിങ്ങൾ വ്യക്തിഗത അല്ലെങ്കിൽ ഡഗ്രിയ എന്നിങ്ങനെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും കാണാം. മൊത്തം ക്വാണ്ടിറ്റിയും അഡ്ജസ്റ്റ് ചെയ്ത അമൗണ്ടും ലഭിക്കും. അതിനുശേഷം മെറ്റീരിയൽ ഇഷ്യൂ വേഴ്സസ് റിസീറ്റ് എന്നൊരു റിപ്പോർട്ടുമുണ്ട്. ഒരു സമയപരിധിയിൽ എത്ര മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തു, എത്ര മെറ്റീരിയൽ റിസീവ് ചെയ്തു എന്നത് സൈഡ് ബൈ സൈഡ് താരതമ്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ റിപ്പോർട്ട് വളരെ ഉപകാരപ്രദമാണ്. കൂടാതെ ബാലൻസ് എത്രയാണെന്നും ഇത് കാണിക്കുന്നു. അതിനാൽ ഏതെങ്കിലും വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. അടുത്തത് ബ്രാഞ്ച് ട്രാൻസ്ഫർ റിപ്പോർട്ടുകൾ. ഇത് വ്യത്യസ്ത ലൊക്കേഷനുകൾക്കിടയിലോ ബ്രാഞ്ചുകൾക്കിടയിലോ സാധനങ്ങളുടെ നീക്കം ഉൾക്കൊള്ളുന്നു. ഇതിന്റെ കീഴിൽ ഇന്റർലൊക്കേഷൻ ഇഷ്യൂ റിക്വസ്റ്റ്, ഇന്റർലൊക്കേഷൻ ഇഷ്യൂ രജിസ്റ്റർ, ഇന്റർലൊക്കേഷൻ റിസീറ്റ് രജിസ്റ്റർ, ഇന്റർലൊക്കേഷൻ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ഇന്റർലൊക്കേഷൻ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ബാർകോഡ് അനുസരിച്ച് ഇന്റർലൊക്കേഷൻ ഇഷ്യൂ വേഴ്സസ് റിസീറ്റ്, ഇന്റർലൊക്കേഷൻ റിക്വസ്റ്റ് വേഴ്സസ് ഇഷ്യൂ എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. ഇന്റർലൊക്കേഷൻ ഇഷ്യൂ റിക്വസ്റ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു ബ്രാഞ്ച് മറ്റൊരു ബ്രാഞ്ചിൽ നിന്ന് സ്റ്റോക്ക് ആവശ്യപ്പെട്ടാൽ അതിനെ നിങ്ങൾക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് ബ്രാഞ്ച് എയിൽ നിന്ന് 5 അറ്റങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് പറയാം. ആ ആവശ്യങ്ങൾ ഈ റിപ്പോർട്ടിൽ തീയതിയും അറ്റം വിശദാംശങ്ങളുമൊപ്പമാകും കാണിക്കുക. അതിനുശേഷം ഒരു ലൊക്കേഷൻ മറ്റൊന്നിലേക്ക് ഒരു നിർദ്ദിഷ്ട സമയപരിധിയിൽ എത്ര സ്റ്റോക്ക് ഇഷ്യൂ ചെയ്തുവെന്ന് കാണിക്കുന്നതാണ് ഇന്റർലൊക്കേഷൻ ഇഷ്യൂ രജിസ്റ്റർ. അതിനു പിന്നാലെ വരുന്നതാണ് ഇന്റർലൊക്കേഷൻ റിസീറ്റ് രജിസ്റ്റർ. ഇതിൽ എത്ര സ്റ്റോക്ക് യഥാർത്ഥത്തിൽ മറുവശത്ത് ലഭിച്ചുവെന്ന് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വരുന്നത്, അതായത് ഇന്റർലൊക്കേഷൻ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അതിനാൽ ബ്രാഞ്ച് എ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രാഞ്ച് എ അതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന് കണക്കാക്കൂ. അത് അർത്ഥമാക്കുന്നത് ആ സാധനങ്ങൾ ഇപ്പോഴും ട്രാൻസിറ്റിലാണെന്നതാണ്. ഇത് എത്ര അറ്റങ്ങൾ ഇപ്പോൾ വഴിയിലാണെന്ന് ട്രാക്ക് ചെയ്യാൻ ഈ റിപ്പോർട്ട് സഹായിക്കും. ആശയക്കുഴപ്പം ഒഴിവാക്കാൻ വളരെ ഉപകാരപ്രദമാണ്. കൂടാതെ നിങ്ങൾ സ്റ്റോക്ക് മൂവ്മെന്റിന് ബാർകോഡുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ കൂടുതൽ കൃത്യമായ ട്രാക്കിംഗിനായി ബാർകോഡ് അടിസ്ഥാനത്തിലുള്ള ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് റിപ്പോർട്ടുമുണ്ട്. നമുക്ക് ഇന്റർലൊക്കേഷൻ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ ബ്രാഞ്ചുകൾക്കിടയിൽ ഇപ്പോൾ ട്രാൻസിറ്റിലിരിക്കുന്ന സാധനങ്ങളുടെ മൂല്യം അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നേരിട്ട് ഇന്റർലൊക്കേഷൻ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് റിപ്പോർട്ടിൽ നിന്ന് പരിശോധിക്കാം. അത് മാത്രമല്ല, എത്ര അറ്റങ്ങൾ ട്രാൻസിറ്റിലാണെന്നും ഏത് ലൊക്കേഷനിൽ നിന്ന് എവിടേക്കാണ് പോകുന്നതെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും. കൂടുതൽ വിശദമായി അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്റർലൊക്കേഷൻ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ബാർകോഡ് അടിസ്ഥാനത്തിൽ തുറക്കാം. ഇത് നിങ്ങൾക്ക് ഓരോ ബ്രാഞ്ചുകൾക്കിടയിൽ ട്രാൻസിറ്റിലിരിക്കുന്ന ഓരോ അറ്റവും ബാർകോഡ് തലത്തിൽ വിശദമായി ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ദൃശ്യമാണ്. അടുത്തതായി നമുക്ക് ഇന്റർലൊക്കേഷൻ ഇഷ്യൂയും റിസീറ്റ്സുമുണ്ട്. ഇവിടെ എത്ര അറ്റങ്ങൾ റിക്വസ്റ്റ് ചെയ്തുവെന്നും എത്ര എണ്ണം യഥാർത്ഥത്തിൽ ഇഷ്യൂ ചെയ്തുവെന്നും എത്ര എണ്ണം റിസീവ് ചെയ്തുവെന്നും നിങ്ങൾക്ക് കാണാം. ഏതെങ്കിലും സാധനം എവിടെയെങ്കിലും കുടുങ്ങിയോ വൈകിയോ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഇത് പ്രത്യേകിച്ച് സഹായകരമാണ്. അതുപോലെ തന്നെ ഇന്റർലൊക്കേഷൻ റിക്വസ്റ്റ് വേഴ്സസ് ഇഷ്യൂ എന്നത് ഒരു ബ്രാഞ്ചിൽ നിന്ന് എന്താണ് ആവശ്യപ്പെട്ടത്, അതിന് എത്രയാണ് മറുപടിയായി ഇഷ്യൂ ചെയ്തെന്ന് കാണിക്കുന്നു. ഇത് ബാക്കിയുള്ള ഇഷ്യൂസുകളോ കുറവുകളോ ട്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇപ്പോൾ നമുക്ക് ജോബ് വർക്ക് റിപ്പോർട്ടുകളെക്കുറിച്ച് സംസാരിക്കാം. ജോബ് കാർഡ്, ജോബ് വർക്ക് ഇൻവേഡ്, ജോബ് വർക്ക് ഔട്ട്വേഡ് തുടങ്ങിയ റിപ്പോർട്ടുകൾ എല്ലാം ഒരേ സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിക്കും. ജോബ് വർക്കറിന് എത്ര മെറ്റീരിയൽ അയച്ചുവെന്ന് കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇഷ്യൂ ഫോർ ജോബ് വർക്ക് എന്ന ഓപ്ഷനിലേക്ക് പോവുക. പ്രോസസ്സിംഗിന് ശേഷം എത്ര മെറ്റീരിയൽ തിരികെ വന്നുവെന്ന് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ റിസീവ്ഡ് ആഫ്റ്റർ ജോബ് വർക്ക് എന്നതിലേക്ക് പോവുക. നിങ്ങൾ മെറ്റീരിയൽ അയച്ച ജോബ് വർക്കർ അല്ലെങ്കിൽ വെണ്ടറുടെ അക്കൗണ്ട് ചരിത്രം കാണിക്കുന്ന ജോബർ ലെഡ്ജറുമുണ്ട്. ജോബറോട് എത്ര ഇൻവോയ്സുകൾ ഉയർത്തിയെന്ന് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ജോബർ ഔട്ട്വേഡ് ഇൻവോയ്സ് സമരിപ്പിൽ നിങ്ങൾക്ക് കാണാം.
ഇപ്പോൾ നമുക്ക് എത്ര മെറ്റീരിയൽ അയച്ചുവെന്നും ജോബ് വർക്ക് കഴിഞ്ഞ് എത്ര മെറ്റീരിയൽ തിരികെ ലഭിച്ചുവെന്നും താരതമ്യം ചെയ്യാം. അതിനായി ഇഷ്യൂ ഫോർ ജോബ് വർക്ക് വേഴ്സസ് റിസീവ്ഡ് ആഫ്റ്റർ ജോബ് വർക്ക് എന്ന റിപ്പോർട്ട് ഉപയോഗിക്കുക. എന്താണ് പുറത്തേക്ക് പോയത്, എന്താണ് തിരികെ വന്നത്, ഇപ്പോഴും എന്തെങ്കിലും ബാക്കി ഉണ്ടോ എന്നതും ഇതിൽ കാണാം. അതിനുശേഷം റിസീവ്ഡ് ആഫ്റ്റർ ജോബ് വർക്ക് വിത്ത് കൺസംഷൻ എന്നതുമുണ്ട്. ഉപഭോഗം ട്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇത് ഉപകാരപ്രദമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ 100 യൂണിറ്റ് അയച്ചിട്ട് 20 യൂണിറ്റ് തിരികെ ലഭിച്ചാൽ 80 യൂണിറ്റ് ഉപഭോഗം ആയി എന്ന് ഇത് കാണിക്കും. നിങ്ങൾക്ക് അറ്റം വിശദാംശങ്ങൾ പോലുള്ള കോഡ്, യൂണിറ്റ്, ക്വാണ്ടിറ്റി, നിരക്ക്, മൊത്തം ഉപഭോഗം എന്നിവ കാണാം. ഇപ്പോൾ നമുക്ക് സീരിയൽ നമ്പർ ഹെഗവി അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകളിലേക്ക് നീങ്ങാം. ആദ്യം സീരിയൽ നമ്പർ സഹിതമുള്ള ഡിസ്പാച്ച് രജിസ്റ്റർ ഉണ്ട്. ഈ റിപ്പോർട്ട് വഴി ഏത് സീരിയൽ നമ്പർ ഉള്ള അറ്റങ്ങൾ എപ്പോൾ, ആരിലേക്ക്, എപ്പോൾ ഡിസ്പാച്ച് ചെയ്തുവെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. നിങ്ങൾ ഡേറ്റ് റേഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ അറ്റം പേരുകൾ, സീരിയൽ നമ്പറുകൾ, ക്വാണ്ടിറ്റികൾ, കസ്റ്റമർ പേരുകൾ എന്നിവ ഇതിൽ ലഭിക്കും. അതിനുശേഷം സെയിൽസ് രജിസ്റ്റർ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ ഉണ്ട്. ഇവിടെ എല്ലാ വിറ്റുകഴിഞ്ഞ അറ്റങ്ങളും അവയുടെ സീരിയലുകളോടൊപ്പം കാണാം. നിങ്ങൾ വാങ്ങിയതെന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പർച്ചേസ് രജിസ്റ്റർ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാം. ഇത് അതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഹഡംറിക്കൽഡ് ഗുഡ്സിനായി മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ഉള്ളതെന്ന് പരിശോധിക്കണമെങ്കിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിലുള്ള സ്റ്റോക്ക് ബാലൻസ് നോക്കാം. നിങ്ങളുടെ ഇൻവെന്ററിയിൽ ഏത് സീരിയൽ നമ്പറുകളാണ് ഇപ്പോഴും ഉള്ളതെന്ന് ഇത് പറയുന്നു. നിങ്ങൾക്ക് മിസ്മാച്ച് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ സീരിയൽ വെർസസ് സ്റ്റോക്ക് ഡിഫറൻസ് എന്നൊരു റിപ്പോർട്ടും ഉണ്ട്. ഇത് നിങ്ങളുടെ യഥാർത്ഥ സ്റ്റോക്ക് ക്വാണ്ടിറ്റിയും സിസ്റ്റത്തിൽ കാണിക്കുന്നതും സെയിൽസ്, പർച്ചേസ്, ഡിസ്പാച്ച് തുടങ്ങിയ വൗച്ചറുകളിലുടനീളം സീരിയൽ നമ്പർ ലെവലിൽ താരതമ്യം ചെയ്യുന്നു. അടുത്തത് സീരിയൽ സ്റ്റോക്ക് ട്രാക്കിംഗ് ആണ്. ഇത് ഒരു ഓഡിറ്റ് ട്രെയിലിനോട് സമാനമാണ്. ഓരോ സീരിയൽ നമ്പറും പർച്ചേസിൽ നിന്ന് സെയിലിലേക്കോ ട്രാൻസ്ഫറിലേക്കോ എവിടേക്ക് നീങ്ങിയെന്ന് നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അവസാനമായി സീരിയൽ ഇൻവേഡ് വെർസസ് ഔട്ട്വേഡ് എന്നതുമുണ്ട്. ഓരോ സീരിയൽ നമ്പറിനും എത്ര യൂണിറ്റുകൾ നിങ്ങൾ സ്വീകരിച്ചു, എത്ര യൂണിറ്റുകൾ ഇഷ്യൂ ചെയ്തു എന്നതിന്റെ ലളിതമായ ബ്രേക്ക് ഡൗൺ ഇതിൽ ലഭിക്കും. അടുത്തതായി ആട്രിബ്യൂട്ട് ബാർകോഡ് റിപ്പോർട്ടുകൾ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ആട്രിബ്യൂട്ടുകളും ബാർകോഡുകളും ഉപയോഗിച്ച് സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളുടെയും വിശദമായ റിപ്പോർട്ടുകൾ ഇവിടെ കാണാം. നിങ്ങൾക്ക് ആട്രിബ്യൂട്ട് ബാർകോഡ് സെയിൽസ് രജിസ്റ്റർ, പർച്ചേസ് രജിസ്റ്റർ, അതുപോലെ തന്നെ ആട്രിബ്യൂട്ട് മാട്രിക്സ് വ്യൂസോടുകൂടിയ സെയിൽസ്, പർച്ചേസ് രജിസ്റ്ററുകൾ എന്നിവയുമുണ്ട്. അതുകൂടാതെ സ്റ്റോക്ക് ട്രയൽ ആട്രിബ്യൂട്ട് വൈസ് ബാർകോഡ് രജിസ്റ്ററും ഇതുപോലെയുള്ള അനേകം റിപ്പോർട്ടുകളുമുണ്ട്. ഉദാഹരണത്തിന് MRP വൈസ് സ്റ്റോക്ക് ബാലൻസ് റിപ്പോർട്ടിൽ നിങ്ങൾക്ക് MRPയും ലൊക്കേഷനും അനുസരിച്ച് സ്റ്റോക്ക് പരിശോധിക്കാം. ഉദാഹരണത്തിന് ചെന്നൈയിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ മിക്സ്, ഫ്രൂട്ട് മിക്സ് ഫ്ലേവർ MRP 520 എന്നിങ്ങനെയാണ്. സെയിൽസ് റേറ്റ് 520 ആണ്, കൂടാതെ സ്റ്റോക്കിൽ 6 യൂണിറ്റുകൾ ബാക്കിയുണ്ട്. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സ്റ്റോക്ക് മൂല്യവും അളവും എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് സ്റ്റോക്ക് ഏജിംഗ് ആട്രിബ്യൂട്ട് വൈസും സ്റ്റോക്ക് ട്രയൽ ആട്രിബ്യൂട്ട് വൈസ് വെയർഹൌസ് കോളമർ റിപ്പോർട്ടുകളും കാണാൻ കഴിയും. ഉദാഹരണത്തിന് പ്രോട്ടീൻ എക്സ് പോലുള്ള ഒരു ഉൽപ്പന്നത്തിന് കളർ പോലുള്ള ആട്രിബ്യൂട്ടുകൾ ട്രാക്ക് ചെയ്താൽ ഓപ്പണിംഗ് ബാലൻസ്, ലഭിച്ച അളവ്, ഇറക്കിയ അളവ്, ക്ലോസിംഗ് ബാലൻസ് എന്നിവ എല്ലാം ലൊക്കേഷനും ആട്രിബ്യൂട്ടും അനുസരിച്ച് കാണാൻ കഴിയും. ഇപ്പോൾ ഫാർമ ബാച്ച് റിപ്പോർട്ടുകളിലേക്ക് നീങ്ങും. റിപ്പോർട്ടുകൾ ഫാർമ ബിസിനസ്സുകൾക്ക് ഈ റിപ്പോർട്ടുകൾ അത്യന്താപേക്ഷിതമാണ്, കാരണം ബാച്ച് അടിസ്ഥാനത്തിലുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ കാലഹരണപ്പെടുന്ന തീയതിയും നിർമ്മാണ തീയതിയും ഇതിൽ ലഭ്യമാണ്. ആദ്യം നമുക്ക് ബാച്ച് സ്റ്റോക്ക് ട്രാക്കിംഗ് ഉണ്ട്. ഇവിടെ ഓരോ അറ്റത്തിന്റെയും ബാച്ച് നമ്പർ, നിർമ്മാണ തീയതി, കാലഹരണപ്പെടുന്ന തീയതി, സെയിൽസ് റേറ്റ് എന്നിവ ഒറ്റ റിപ്പോർട്ടിൽ കാണാം. അടുത്തത് ബാച്ച് ഡീറ്റെയിൽ വൈസ് സ്റ്റോക്ക് ബാലൻസ് ആണ്. ഇത് ബാച്ച് അടിസ്ഥാനത്തിലുള്ള സ്റ്റോക്ക് വിവരങ്ങൾ കാണിക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പാരാസിറ്റമോളിന്റെ ബാച്ച് നമ്പർ, നിർമ്മാണവും കാലഹരണപ്പെടുന്ന തീയതികളും, വാങ്ങിയ അളവ്, സെയിൽസ് റേറ്റ്, ശേഷിക്കുന്ന സ്റ്റോക്ക് എന്നിവ കാണാം. അതിനുശേഷം ബാച്ച് നമ്പർ അടിസ്ഥാനത്തിലുള്ള സ്റ്റോക്ക് ബാലൻസ് ഉണ്ട്. ഈ റിപ്പോർട്ട് നിർമ്മാണ തീയതിയും കാലഹരണപ്പെടുന്ന തീയതിയും കാണിക്കാതെ ബാച്ച് നമ്പറും അളവും മാത്രം ശ്രദ്ധിക്കുന്നു, എന്നാൽ പ്രാബല്യത്തിലുള്ള നിരക്കും ഇതിൽ ഉൾപ്പെടുന്നു. നിങ്ങൾക്ക് ബാച്ച് എക്സ്പൈറി രജിസ്റ്ററും ഉണ്ട്. ഇത് എക്സ്പൈറി തീയതികൾ, MRPകൾ, ബാച്ച് വിശദാംശങ്ങൾ എന്നിവ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നു. അതിനാൽ കാലഹരണപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. ലാഭം സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കായി ഡൈനമേ 1 ഡ്രഗ് സെയിൽസ് രജിസ്റ്റർ ബാച്ച് അടിസ്ഥാനത്തിലുള്ള ലാഭം പരിശോധിക്കുക. ഓരോ ബാച്ചിലും നിങ്ങൾ എത്ര ലാഭം നേടിയെന്ന് ഇത് കാണിക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ബാച്ച് 200 രൂപയ്ക്ക് വാങ്ങി 300 രൂപയ്ക്ക് വിറ്റാൽ ആ ബാച്ചിന് 648 രൂപ ലാഭം എന്നിങ്ങനെ ഈ റിപ്പോർട്ട് ലാഭം കണക്കാക്കും. നിങ്ങൾക്ക് ഈ റിപ്പോർട്ടുകൾ വഴി ഫാർമ സ്റ്റോക്ക് വിശദാംശങ്ങൾ, ഉദാഹരണത്തിന് ഓപ്പണിംഗ്, ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസുകൾ എന്നിവയും നിയന്ത്രിക്കാം.
അവസാനമായി ഇമിറ്റേഷൻ ജ്വല്ലറി റെന്റൽ ബുക്കിംഗ് രജിസ്റ്റർ, മാർഷൽ ഫിക്കോസ്റ്റ് പ്ലാനിംഗ് തുടങ്ങിയ മറ്റ് ചില ഉപകാരപ്രദമായ രജിസ്റ്ററുകളും ഞങ്ങൾക്കുണ്ട്. ഈ രജിസ്റ്ററുകളും റിപ്പോർട്ടുകളും നിങ്ങളുടെ ബിസിനസ് മാനേജ് ചെയ്യുന്നത് വളരെ എളുപ്പമാക്കുന്നു, കാരണം നിങ്ങൾക്ക് ഏത് റിപ്പോർട്ടുകൾ നോക്കണം, ഏത് വിശദാംശങ്ങൾ പരിശോധിക്കണം എന്നത് വ്യക്തമായി അറിയുമ്പോൾ നിങ്ങളുടെ ഇൻവെന്ററി ഒരിടത്തുനിന്ന് തന്നെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കഴിയും. ഡയസറിത് ഉപയോഗിച്ച് നിങ്ങളുടെ ഇൻവെന്ററി എങ്ങനെ നിലനിർത്താം എന്നത് മനസ്സിലാക്കുന്നതിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി.